അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ ശാന്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 38ാമത്തെ ക്ലാസ്സിലേക്ക് 2025 നവംബർ മാസം 25-ാം തീയതി ക്രിസ്തുയേശുവിന്റെ തന്നെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 37 ക്ലാസ്സുകളെ നടത്തുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് ഈ 38ാമത്തെ ക്ലാസ്സിൽ നാം ആയിരിക്കുമ്പോൾ ഭാവികാല സംഭവത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തെ 12-ാം അധ്യായത്തെ ആധാരമാക്കി കഴിഞ്ഞ ദിവസം നമ്മൾ 15 ചോദ്യങ്ങൾക്കുള്ള ചോദ്യങ്ങളും മറുപടിയും കണ്ടെത്തുവാൻ കർത്താവ് സഹായിച്ചു. നമുക്ക് ഈ 12-ാം അധ്യായത്തെ ഇത്രമാത്രം എന്തുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വരേണ്ട കാര്യമായതുകൊണ്ട്, സംഭവിക്കേണ്ട കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് നാം എത്ര പഠിച്ചാലും മതിയാകുകയില്ല. അതുകൊണ്ടാണ് അതേക്കുറിച്ച് വളരെയധികം നാം ചിന്തിക്കുന്നത്. ഭാവികാല സംഭവത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ചും അനന്തര സംഭവങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ച് കാര്യമായ ചിന്തകൾ ആർക്കുമില്ലാതിരിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതിനകത്തെ അധ്യായം തന്നെ 12-ാം അധ്യായം തന്നെ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ പൊരുൾ തിരിച്ചെടുക്കുകയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേകർക്ക് ഇത് മറിഞ്ഞിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനേകർക്കത് മറിഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഒരധ്യായം തന്നെ ഇതിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പരിശ്രമിക്കുകയും അത് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം എന്നുള്ളത് മേലാൽ സംഭവിക്കാൻ പോകുന്ന സംഭവം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയാണ്. അപ്പോൾ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയാണെന്ന് പറയുമ്പോൾ തന്നെ ചിലർക്ക് സംശയമുണ്ട്, ഇനി സാത്താന്യ മഹത്വം കഴിഞ്ഞിട്ടാണോ, ക്രിസ്തുവിന്റെ ഭരണത്തിലാണോ, രക്തസാക്ഷികളാകുമോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പറയാൻ സാധിക്കും, ഇനി സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ജയാളികളാകുന്ന ക്രിസ്തുവിന്റെ പുത്രത്വ പദവിയിലേക്ക് എത്തുന്ന ദൈവസഭ, മണവാട്ടി സഭ, സ്വർഗത്തിലെ ആദിയാതന്മാരുടെ സഭ സ്വർഗ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നതാണ്. അതിന് മുമ്പായിട്ട് സാത്താന്യ മഹോത്സവമോ എതിർക്രിസ്തുവിന്റെ ഭരണമോ സംഭവിക്കുകയില്ല. ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും, ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ പ്രസന്റ് സമയത്ത് എപ്പോൾ വേണമെങ്കിലും കർത്താവിന്റെ കഹളം ധ്വനിക്കാം. അങ്ങനെയാണെങ്കിൽ നാം രൂപാന്തരപ്പെടും എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ബന്ധത്തിലാണ് നാം കാര്യങ്ങളെ മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിച്ചപ്പോൾ എൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ വ്യാഖ്യാനിച്ചു, മനസ്സിലാക്കി. അപ്പോൾ ദൈവസഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നുള്ളത് നാം ഗ്രഹിച്ചെടുപ്പാൻ ഇടയാത്തത്. ഞാൻ ഇന്ന് രാത്രി അതേക്കുറിച്ച് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ കർത്താവിന്റെ മണവാട്ടി സഭ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു എന്നതിന്റെ തെളിവ് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യമാണ്. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഈ വചനമാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം ആണ് ഇനി സംഭവിക്കാനുള്ളത്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദൈവമക്കളാണ് ഈ സന്ദേശം കേൾക്കുന്നത്. അതിൽ ഉൾപ്പെടാൻ ആഗ്രഹമുള്ളവർ, അതിൽപ്പെടാനുള്ളവരാണ്. അപ്പോൾ മീതിയുള്ള യരിശലേമാകുന്ന നമ്മുടെ അമ്മ വേദനപ്പെട്ട് അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്നുള്ള വചനമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസഭ, മണവാട്ടി സഭ, തികവുള്ളവർ എടുക്കപ്പെടുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ വേഗത്തിൽ ഉത്തരമായി പറയേണ്ടത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം ആൺകുട്ടി എന്നുള്ളത് ആദിജാതന്മാരുടെ സഭയാണ്, ജയാളികളാണ്. അവരെ പ്രസവിച്ചു എന്നുള്ളത് അവരുടെ പുനരുത്ഥാനവും രൂപാന്തരവും നടക്കുന്നതിനെ കുറിച്ചും, ഈ പെട്ടെന്ന് സ്വർഗസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് സഭ കർത്താവിനാൽ പരിശുദ്ധാത്മാവിനാൽ സ്വർഗാസ്വർഗത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതുമാണ്. ഇവിടെ ഒട്ടും വക നൽകാതെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ഇനി ആരെങ്കിലും
ചോദിക്കുകയാണ്, വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസഭ എടുക്കപ്പെട്ടത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും വളരെ ധൈര്യത്തോടും പ്രത്യാശയോടും പറയേണ്ടത് ഉണ്ട്. അത് വെളിപ്പാട് 12-ാം അധ്യായം 5-ാം വാക്യമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സ്ത്രീ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാടൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജയാളികളായിരിക്കുന്നവരെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്നുള്ള വചനം നിവൃത്തിയിരിക്കപ്പെടും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുന്നു കർത്താവ് പറഞ്ഞു പോയ വാക്ക്, അത് അന്ന് പറഞ്ഞ പ്രവചനം നിവൃത്തീകരിക്കപ്പെടുന്നത് വെളിപ്പാട് 12-ാം അധ്യായം 5-ാം വാക്യത്തിലാണ്. അത് ആരെയാണ് ചേർക്കുന്നത്? അവനോടുള്ള ക്രിസ്തുവിനുള്ള തികവ് പ്രാപിച്ച അപ്പോസ്തല പദവിയുള്ള ദൈവ മക്കളെ അവന്റെ സിംഹാസനത്തിലേക്ക് ഇരുത്തുവാൻ ദൈവത്തിന് കൃപ തോന്നും എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് സംഭവിക്കുന്നതാണ്. അന്ന് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകും അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവസഭ എടുക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ മറ്റുള്ള ലേഖനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ പരിമിതമായ ചിന്തകൾ മാത്രമേ അവിടെ നമുക്ക് നൽകുന്നുള്ളൂ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടി ശബ്ദം ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരും മുമ്പ് എഴുന്നേൽക്കുകയും ജീവനോടിക്കുന്ന രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടി ഇരിക്കും എന്നുള്ള കാര്യം നമുക്ക് പഠിച്ചിരിക്കുന്നു. സുഖടിതിലെ എന്ത് പറഞ്ഞിരിക്കുന്നത്, അന്ത്യകാലത്തെ കണ്ണിമകളിൽ പെട്ടെന്ന് നാം എല്ലാം രൂപാന്തരപ്പെടും എന്നുള്ള വചനം നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ പറയുമ്പോഴും അതിൻ്റെ അകത്ത് അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന പ്രവചന ഭാഗമാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിന്റെ പ്രവചനങ്ങൾ. അപ്പോൾ കൊരിന്ത്യ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതും എന്തിനേറെ ഈ ഭൂമിയെ സൃഷ്ടിച്ച് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞ പ്രവചന ഭാഗം കൂടി നിവൃത്തീകരിക്കപ്പെടുന്നതാണ്. അവന്റെ സ്വരൂപ സദൃശ്യത്തിൽ സൃഷ്ടിക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുവനെ ആദത്തെ മാത്രമാണ് സൃഷ്ടിച്ചെങ്കിൽ അത് വരുവാനുള്ള പ്രതിരൂപം യേശു ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ടാണ് അവനെ വരുവാനുള്ള പ്രതിരൂപമായിട്ടാണ് സൃഷ്ടിച്ചെങ്കിൽ വരുവാനുള്ളവനായിരിക്കുന്ന യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് നല്ല ഗോതമ്പ് മണി ലോകത്തിൽ വന്ന് വീണ് ചത്തതുകൊണ്ട് അവന് പുനരുത്ഥാനം പ്രാപിച്ചു സ്വർഗാസുരത്തിയെത്തിയപ്പോൾ അവനോട് സദൃശന്മാരായിരിക്കുന്നവരെ സ്വർഗാസുരത്തിലേക്ക് എത്തിക്കപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളിലെ പ്രാരംഭമായ കാര്യം മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ഉദ്ദേശത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കിട്ടുവാൻ സാധിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അവന്റെ സ്വരൂപത്തോടും സദൃശ്യത്തോടും ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം കണ്ടത് ക്രിസ്തുവിലൂടെ അവനോട് സദൃശന്മാരാകുന്നവരെ സ്വർഗത്തിൽ എത്തുന്നതാണ് കണ്ടത്. രാത്രിയിൽ മറന്നു പോകരുത്. മനുഷ്യനെ സൃഷ്ടിച്ചത് കഷ്ടതയ്ക്ക് വേണ്ടിയോ ദുഃഖത്തിന് വേണ്ടിയോ കണ്ണുനീരിന് വേണ്ടിയോ രോഗത്തിന് വേണ്ടിയോ ഭാരങ്ങൾക്ക് വേണ്ടി അല്ല പ്രിയപ്പെട്ടവരെ. അതതിന്റെ ഭാഗമാണ്. കഷ്ടം സഹിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ കണ്ടെത്താൻ കഴിയത്തുള്ളൂ, കൂടെ വസിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമ്മളെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അവനോട് എപ്പോഴും അടുത്തിരിക്കാൻ വേണ്ടിയാ, അവനോട് അടുത്തിരിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും വിഷയങ്ങൾ വരുമ്പോൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ അവന്റെ സ്വരൂപ സദസ്സോടെ ഒറ്റ ഒരാദത്തെ സൃഷ്ടിച്ചെങ്കിൽ വരാനുള്ളവൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരാദമല്ല, അവൻ യേശു ക്രിസ്തു രക്തം മുഖാന്തരമായിട്ട് ആർക്കും പറയാൻ കഴിയാത്ത സ്വർഗീയ പിതാവിന്റെ മാത്രം അറിയാവുന്ന ഒരു കൂട്ടം ജയാളികളായിരിക്കുന്ന അവന് യേശു ക്രിസ്തുവിനോട് സദൃശന്മാരായിരിക്കുന്ന അവന്റെ പുത്രത്വം പ്രാപിക്കുന്നവർ സ്വർഗാസുഖത്തിലേക്ക് എത്തപ്പെടും. അതുപോലെ തന്നെ ആദത്തെ ഹവയിൽ നിന്ന് ആദത്തിൽ നിന്ന് ഹവയെ വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ വിഷയം അതും പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ച് അവർ ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറഞ്ഞിരിക്കുന്ന വചനവും യേശുക്രിസ്തുവിന്റെ സഭ വിവാഹത്തോടു കൂടി കുഞ്ഞാടിനോടുകൂടി ഒന്നായി തീരും. അതിനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയോട് കൂടിയാണ്. അപ്പോൾ ഇനി ആർക്കും സംശയമുണ്ടാകരുത്. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുവാനും ഈ പുസ്തകത്തിന്റെ ഈ അധ്യായത്തെ എടുത്ത് പഠിപ്പിച്ചു കൊടുക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള ഒരു കാഴ്ചപ്പാട്
ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തെ സംബന്ധിച്ച് പറയുന്ന അഭ്യൂഹങ്ങൾ, അതിന്റെ സങ്കല്പതകൾ മാറ്റി യാഥാർത്ഥ്യം എന്താണെന്നാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ വ്യക്തതയുള്ളത് കൊണ്ട് ദൈവത്തിന്റെ വ്യക്തതയോട് ബന്ധത്തിൽ സഖരിയാപ്രവചനം 4-ാം അധ്യായത്തോട് അനുബന്ധമായും യെശയ്യാവിന്റെ പ്രവചനം 66-ാം അധ്യായത്തിന്റെ ബന്ധത്തിലും സങ്കീർത്തനങ്ങൾ, അങ്ങനെ നിരവധി പ്രവചന ഭാഗങ്ങളിലൂടെ, ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രവചനത്തിലൂടെ ഒക്കെ നാം ഇത് തെളിയിച്ചത് കൊണ്ട് ഇത് സത്യവചനമാകുന്നു എന്നുള്ളത് നിരാത്ത ഒരിക്കൽ കൂടി ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ബാക്കിയുള്ള പഠനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ഈ കർത്താവിന്റെ വരവിന്റെ അവസ്ഥ നടക്കുന്ന സമയത്ത് നടക്കുന്നത് സ്വർഗത്തിൽ നടക്കുന്ന സംഭവമുണ്ട്, സ്വർഗത്തിൽ നടക്കുന്ന സംഭവമുണ്ട്, ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഇവിടെ രേഖപ്പെടുന്നു. സ്വർഗത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രവൃത്തി നടക്കാൻ പോകുന്നത്. കാരണം ഇവിടുന്ന് മരിച്ച് പോയ വിശുദ്ധന്മാർ, തെളിവ് പ്രാപിച്ച വിശുദ്ധന്മാർ, അവരെ ഉൾക്കൊള്ളുന്ന ഭാഗം പറുദീസയുടെ 3-ാമത്തെ സ്വർഗത്തിലാണ് അവർ വിശ്രമിക്കുന്നത്. അതുപോലെ ആ എണ്ണത്തോട് അവരോട് ചേരുവാനുള്ള ഒരു കൂട്ടം ജനം എപ്പോഴും ഭൂമിയിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. കാരണം ഇത് അതിനകത്ത് കർത്താവ് വരുമ്പോൾ പുനരുത്ഥാനം രൂപാന്തരം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതങ്ങനെ സംഭവിച്ചിരിക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ കർത്താവിന്റെ ഗംഭീര ഗാഹള ധ്വനി, കർത്താവിന്റെ ഗംഭീര നാദത്തെങ്കിൽ ഉണ്ടാകുന്ന സമയത്ത് രൂപാന്തരപ്പെടാനുള്ളവരും പുനരുത്ഥാനം പ്രാപിക്കാനുള്ളവരും 3-ാം സ്വർഗത്തിൽ നിന്നുള്ള അവരുടെ ആത്മാക്കൾ അതിവേഗത്തിൽ ഭൂമിയിലേക്ക് പാഞ്ഞ് അവരുടെ ശരീരങ്ങൾ എവിടെയാണോ മണ്ണിനടിയിൽ കിടക്കുന്നത് അവിടെ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ചവരുടെ ആത്മാക്കൾ അതിൽ പ്രവേശിക്കുകയും ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെട്ട് സ്വർഗാസ്വർഗത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ മേഘങ്ങളും മറയപ്പെട്ടെടുക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇതിനെയാണ് സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് പ്രതിയോഗിയായിരിക്കുന്ന സാത്താൻ അതിനെ തടയാൻ വേണ്ടി, യേശുക്രിസ്തുവിനെ പുനരുത്ഥാനത്തെ തടയാൻ വേണ്ടി സാത്താൻ കല്ലറ അവൻ മുദ്ര വെപ്പിച്ചു, കാവൽക്കാരെ വെച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. കാരണം യേശു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നുള്ളത് അവൻ കേട്ടിരുന്നു. അതുകൊണ്ട് അവന്റെ കല്ലറ ഒരിക്കലും തുറക്കപ്പെടരുതെന്ന് ഉള്ള ആ പൈശാചിക ആലോചനയാലാണ് അവിടെ അന്ന് അത് നടപ്പാക്കിയതെങ്കിൽ അവര് ആലോചനയെ മറിച്ചു കളഞ്ഞുകൊണ്ട് ദൈവം തന്റെ പ്രവൃത്തി, തന്റെ പുത്രനെ ഉയർപ്പിച്ചു സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കുവാനിട്ടിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ പുനരുത്ഥാനത്തെ, രൂപാന്തരത്തെ കുറിച്ച് നിരവധി വർഷങ്ങളായി പഠിപ്പിക്കുകയും പാടുകയും പറയുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇവൻ കേട്ടിട്ടുണ്ട്. അതിനെ തടയാൻ വേണ്ടി, ഏതെങ്കിലും വിധത്തിൽ അതിനെ തടയാൻ വേണ്ടി അവൻ മധ്യാകാശത്തിൽ നിലയുറപ്പിക്കുന്നു. ആ സന്ദർഭത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുക. സമയത്ത് അവൻ അവന്റെ വാലാകുന്ന വഞ്ചന കൊണ്ട് വശീകരിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ, അഥവാ പർദീസിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളയുകയും അവന്റെ സാത്താനിക സാമ്രാജ്യത്വം പ്രബലപ്പെട്ട് മധ്യാകാശത്തിൽ വെളിപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. ആ സമയത്ത് ഈ സ്ത്രീയാകുന്ന മീതിയുള്ള യെരൂശലേമിൽ നിന്ന് സൂര്യ തേജസ് പ്രാപിക്കുന്ന മാത്മമണവാട്ടിയായിരിക്കുന്ന ദൈവസഭയുടെ ആത്മാക്കൾ പുനരുത്ഥാനം പ്രാപിക്കുകയും അതേ നിലവാരത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന യോഗ്യതയുള്ളവർ രൂപാന്തരപ്പെടുകയും ചെയ്ത് അവർ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെടുമ്പോൾ അവിടെ യാത്രയെ തടയാൻ അന്ധകാരത്തിന് മണ്ഡലങ്ങൾ കഴിയത്തില്ല. കർത്താവ് അവിടെ പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ ഗോപുരങ്ങൾ ശക്തികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പാതാള ഗോപുരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു താഴ്ചകൾക്കോ ഉയർച്ചകൾക്കോ ദൈവസഭയെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അത് ഒരു മേഖലകൾക്കും ദൈവസഭയുടെ പ്രവൃത്തിയെ തടയാൻ കഴിയത്തില്ല. അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ ശത്രു അവന്റെ സൈന്യത്തെ വിന്യസിപ്പിച്ചാലും, ഏതെല്ലാം വൻകിയുടെ ശക്തി അവൻ എഴുതാലും, ഏതെല്ലാം അപവാദം പറഞ്ഞുകൊണ്ടിരുന്നാലും അതിനെല്ലാം മാറ്റിയിട്ട് ഞൊടിയിടയ്ക്കുള്ളിൽ ദൈവത്തിന്റെ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അവന്റെ പുത്രന്റെ സിംഹാസനത്തിൽ അവരെ ഇരുത്തും എന്നുള്ളത് നിറവേറപ്പെടുന്ന കാര്യമാണ്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിനു മുമ്പായി സാത്താനിക മഹോദരം ഉണ്ടാകത്തില്ല, എതിർക്രിസ്തുവിന്റെ ഭരണം ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷമേ ഈ പറയുന്ന സാത്താനിക മഹോദരം, അതാണ് പറഞ്ഞത്, വഴിയിൽ നിന്ന് തടയുന്നവൻ
മാറിപ്പോകണം. അധമമൂർത്തി വെളിപ്പെടുവാൻ വേണ്ടി, പ്രത്യക്ഷത വെളിപ്പെടുവാൻ വേണ്ടി അവന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെങ്കിലും അവനെ തടഞ്ഞു നിൽക്കുന്നത്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, വഴി തടയുകയാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയെടുക്കുന്ന മണവാട്ടി സഭയുമായിട്ട് സ്വർഗാസുഖത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ നാം മനസ്സിലാകുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള സാധാനിക മഹോത്വത്തിലേക്ക്, ക്രിസ്തുമണ്ഡലത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും. എന്നാൽ കർത്താവിന്റെ തികവ്, ഇപ്പം ദൈവസഭയുടെ എല്ലാവരുമല്ല ഇതിൽ സ്വർഗാസുഖത്തിലേക്ക് എടുക്കപ്പെടുന്നത്, സഭയുടെ ശേഷിപ്പ് ഇവിടെ ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതും ഈ വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തത നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തികവ് പ്രാപിക്കുന്നവർ മാത്രമേ പോവുകയുള്ളൂ. അപ്പം അത് സാധിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. 7 സഭകളോടുള്ള ദൂത് പറഞ്ഞതിൽ 2 സഭകളോടുള്ള ബന്ധത്തിൽ അവിടെ കുറ്റമൊന്നും കർത്താവ് പറഞ്ഞില്ല. സ്മർണ സഭയോടും ഫിലദെൽഫ്യ സഭയോടും കർത്താവോട് കുറവുകളെ പറഞ്ഞില്ല. അതിന്റെ അർത്ഥം അവർക്ക് അവിടെ ജീവിപ്പാൻ കഴിഞ്ഞിരുന്നു. അവര് എല്ലാവരും ജയാളികളല്ലായിരുന്നു. എന്നാൽ അവിടെ കുറ്റം പറയത്തക്കവണ്ണമുള്ളതായ ഒരു നിലവാരത്തിൽ നിന്ന് അവരിൽ ഭൂരിപക്ഷം ആൾക്കാരും ഞാൻ വിശ്വസിക്കുന്നത് അവര് വിശുദ്ധന്മാരായിരുന്നു. എന്നാൽ ആ സഭയോടും പറയുന്നുണ്ട് ജയിക്കുന്നവെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം 100% തികവുള്ള ഒരു സഭയായിരുന്നില്ല ഫിലദെൽഫ്യ സഭയും അതുപോലെ തന്നെ സ്മുർന സഭയും. അവര് എല്ലാവരും ജയാളികളായിരുന്നെങ്കിൽ അങ്ങനെ പറയത്തില്ലായിരുന്നു. എന്നാൽ അവിടെയും അവരോട് പറയുന്നുണ്ട് ജയിക്കുന്നവൻ എന്നാ പറയുന്നത്. ജയിക്കുന്നവന് എല്ലാ സഭയോടുള്ള ബന്ധത്തിൽ പറയുമ്പോഴും അവരോട് പറയുന്നത് ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജയാളികളായിരിക്കുന്നവരെ ഉള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആദ്യം വിശദായിരിക്കുന്ന ജീവൻ നിനക്ക് വരും, ആത്മാവസോട് രണ്ടാം മരണത്താൽ ജയിക്കുന്നവന്റെ രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. അപ്പോൾ തികവ് ഉള്ള 100% ഒരു സഭയുമില്ല. സ്മുർന സഭയിലില്ലായിരുന്നു, ഫിലദെൽഫ്യ സഭയിലുമില്ലായിരുന്നു. എന്നാൽ അവിടെ എല്ലാവരും ഞാൻ വിശ്വസിക്കുന്ന 30, 60, 100 മേനിയുള്ള ആ സഭയായിരുന്നു. അവിടെ കളകളില്ലായിരുന്നു, കളങ്കങ്ങളില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്മുർന സഭയെക്കുറിച്ചും ഫിലദെൽഫ്യ സഭയെക്കുറിച്ചും പറഞ്ഞപ്പോൾ അവിടെ കുറവുകൾ പറഞ്ഞില്ല. അപ്പം സഭയ്ക്ക് ആ രീതിയിൽ വരാൻ പറ്റും. അന്ന് സ്മുർന സഭയ്ക്കും ഫിലദെൽഫ്യ സഭയ്ക്കും അങ്ങനെ ഒരു ചർച്ചയായി തീരാൻ കഴിഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിലും നമുക്കതുപോലെ ആയിത്തീരാൻ കഴിയും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അവരെല്ലാവരും 100% തികഞ്ഞവരായിരുന്നില്ല. അതിൻ്റെ അകത്തും 30 മേനിയും 60 മേനിയും 100 മേനിയും ഉണ്ടായിരുന്നു. സ്മുർന സഭയോടും ഫിലദെൽഫ്യ സഭയോടും ദൂത് പറഞ്ഞപ്പോൾ മറ്റ് 5 സഭകളോടും പറഞ്ഞതുപോലുള്ള ദൂതാണ് കർത്താവോടും പറഞ്ഞത് ജയിക്കുന്നവനെ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജയാളികളായെങ്കിൽ മാത്രമേ ഈ പറയുന്ന മണവാട്ടിയായി ജയാളികളുടെ സഭയുടെ അംഗമായി തീരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ലാഘവ ബുദ്ധിയോട് കൂടി ആരും തന്നെ ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടും എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, തികവ് പ്രാപിപ്പാൻ കഴിയും, വിശുദ്ധന്മാരായി ജീവിക്കാൻ കഴിയും. 30 മേനിയിൽ നിന്ന് 60 മേനിയിലേക്കും 60 മേനിയിൽ നിന്ന് 100 മേനിയിലേക്കും നമുക്ക് പ്രവേശിപ്പാൻ കഴിയും. എന്നാൽ എല്ലാവരും ആ തികവിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ സ്മുർന സഭയിലെ എല്ലാവരും 30 മേനി 60 100 മേനി ആയിരുന്നില്ല. എല്ലാവരും ഫിലദെൽഫ്യ സഭയിലുള്ള എല്ലാവരും 100 മേനിയായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ ജയിക്കുന്നവരെന്നുള്ള കാര്യം അവിടെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഈ സംശയം മാറി വിചാരിക്കുന്നു. എന്നാൽ ഒരു സഭയിൽ പോലും എല്ലാവരും തികവുള്ളവരായിരിക്കത്തില്ല. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് എല്ലാവരും കർത്താവിനും എടുക്കപ്പെടും എന്നുള്ള ചിന്ത വിട്ടിട്ട് അങ്ങനെ ഒരു കുറവും ഇല്ലാത്ത സ്മുർന സഭയോടും ഫിലദെൽഫ്യ സഭയോടും എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്നുള്ള കാര്യം പറയാൻ കാരണം എല്ലാവരും അതിന്റെ തികവിലേക്ക് എത്താത്തവർ ഉണ്ടായതുകൊണ്ടാണ് അവരോട് അങ്ങനെ പറയുവാനിടയാക്കുന്നത്. അപ്പൊ ജയിക്കുന്നവൻ എന്നുള്ള ദൂത് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ഫിലദെൽഫ്യ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 12-ാം വാക്യം, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അപ്പൊ ജയാളികളായി തീരാനുള്ള ഒരു കോളിംഗ് ഉണ്ട്. അത് ക്രിസ്തുയേശുവിന്റെ പരമുഴലാക്കിലേക്കാണ്. ആ ഒരു ലക്ഷ്യത്തെ വെളിപ്പെടുത്താനാണ് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് മനസ്സിലായി, ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ആത്മഭാരം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉദ്ദേശം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം
അവന്റെ സ്വരൂപത്തിലും സദൃശത്തോടും അനുരൂപപ്പെടുവാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും, നമുക്കത് പ്രാപിച്ചെടുക്കാൻ കഴിയും. അതങ്ങനെ പ്രാപിച്ചെടുക്കണമെങ്കിൽ നാം കർത്താവിനോട് അനുരൂപപ്പെടുവാൻ, അവന്റെ സ്വരൂപത്തോട് തദ്ധാത്മ്യപ്പെടുവാൻ വേണ്ടിയുള്ളവരായിരിക്കണം. പക്ഷെ ഇന്ന് രാത്രിയിലും നമുക്കറിയാം, നമുക്ക് നിരവധി കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, ഇല്ലായ്മകളുണ്ട്. എന്നാൽ രാത്രി ദൈവത്തിന്റെ കർത്താവേ, എന്നെ അങ്ങയുടെ ഹിതപ്രകാരം, അങ്ങയുടെ ഇഷ്ടപ്രകാരം ആക്കിയെടുക്കുവാൻ, ആ തികവിലേക്ക് നയിക്കാൻ കഴിയും. ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ ജയാളിയായി തീരുവാൻ, എൻ്റെ കുടുംബം, എൻ്റെ സഭ, എൻ്റെ പ്രിയപ്പെട്ടവർ ആയിത്തീരാൻ ദൈവം കൃപ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ദൂതുകളെ അറിയിക്കുന്നത്. ഇതിനു മുമ്പ് എന്തുകൊണ്ടില്ലായിരുന്നു ചോദിച്ചാൽ, കർത്താവിന്റെ വരവ് ആ സമയങ്ങൾ വെളിപ്പെടാതിരുന്നുകൊണ്ടാണ് ഇത്രമാത്രം മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കുന്നത്. എന്നാൽ നമുക്കറിയത്തില്ല എന്നാണ് കർത്താവിന്റെ കകളം ധ്വനിക്കുന്നതെന്ന്. അതങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കും. ദൈവസഭയിൽ നിന്ന് ഒരു കൂട്ടം തികവുള്ള വ്യക്തികൾ ലോകത്തുനിന്ന് എടുക്കപ്പെടും. ബാക്കിയുള്ളവർ ഇവിടെ ശേഷിച്ചിരിക്കും. അത് സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരാണ്. അവര് 30ഉം 60ഉം മേനിയുള്ളവർ കാണും. അവരെ തള്ളിക്കളയപ്പെടുന്നവരല്ല. അവര് നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത്, ആ തികവിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് എടുക്കപ്പെടാൻ കഴിയാത്തത്. നമ്മൾ അതിന് യോഗ്യതയില്ലെങ്കിൽ അന്ന് എടുക്കപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ ഇത് മനസ്സിലാക്കി വെക്കുക, ഗ്രഹിച്ചെടുക്കുക. ഈ ദിവസങ്ങളുടെ സന്ദേശം മനസ്സിലാക്കി വെക്കണം. മധ്യാകാശ പ്രത്യക്ഷ സംഭവിച്ചു കഴിയുമ്പോൾ വരാൻ പോകുന്ന കാര്യം ഇതായതുകൊണ്ട് അത് എന്താണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അത് മനസ്സിലാക്കി ഇരിക്കാൻ വേണ്ടിയാണ് ദിവസം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ശേഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ജനം ഇവിടെ ശേഷിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഭാവികാല സംഭവങ്ങളുടെ ബന്ധത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൽ എഴുതി അവസാനം വെച്ച് യേശുവിന്റെ സാക്ഷ്യം, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവിടെ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പറയുന്നത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കുമ്പോൾ സഭയുടെ തികവാകുന്ന ആദിജാതന്മാരുടെ സഭ സ്വർഗ്ഗാസനത്തിൽ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ സഭയുടെ ശേഷിപ്പ് ഭൂമിയിൽ ഉണ്ടായിരിക്കും. അതിന് തെളിവ് എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് സഭകളോടുള്ള ദൂത് പറഞ്ഞതിൽ കുറ്റം പറയാതിരുന്ന 2 സഭകളുണ്ടായിരുന്നു. സ്മുർന്ന സഭയും അത് ഫിലദെൽഫ്യ സഭയുമായിരുന്നു. അവരോട് ദൂത് പറയുമ്പോഴും കർത്താവ് പറഞ്ഞത്, ജയിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് തികവ് പ്രാപിക്കുന്നവന് മാത്രമാണ് ഈ പറയുന്ന മണവാട്ടി സഭയുടെ അംഗമായി തീരുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇന്നത്തെ എല്ലാ ലോക്കൽ സഭകളിലും, അതെ, നാം കാണുന്ന ആഗോള സഭകളിൽ 30ഉം 60ഉം 100ഉം മേനിയുടെ വിളവുണ്ട്. ദിവസങ്ങളിൽ ഇത് മനസ്സിലാക്കണം. ആരെല്ലാമാണോ ലോകത്തെയും ജഡത്തെയും സാത്താനെയും ജയിച്ചു നിൽക്കുന്നത്, അവർക്ക് മാത്രമേ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നിനും വേണ്ടിയല്ല. നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ രൂപാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ഈ രാത്രി ദൈവാത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത്, ഈ സന്ദേശം കേൾക്കുന്നവരെ ഓർപ്പിച്ചുണർത്തുന്നത്, അതേ മറ്റുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വരവെങ്കിൽ ഞാൻ ജീവനോടിരിക്കുകയാണെങ്കിൽ രൂപാന്തരപ്പെടുവാൻ എനിക്ക് കൃപ നൽകണമേ. അതല്ല, ഞാൻ മരിച്ചു പോകുകയാണെങ്കിൽ ഞങ്ങളുടെ വരവെങ്കിൽ പുനരുത്ഥാനം പ്രാപിക്കുവാൻ എന്നെ ആക്കണമേ എന്ന് ദിവസങ്ങളിൽ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യണമേ എന്നുള്ള ഗൗരവമായ പരിശുദ്ധാത്മാവിന്റെ ഒരു ആലോചനയാണ് ദൈവത്തിന്റെ ഈ വചന പഠനത്തിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. അപ്പൊ അത് ആ സംഭവങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭയെടുക്കപ്പെടുന്നു. അതിനുശേഷമായിട്ട് ആ പ്രസവിച്ച സ്ത്രീ മരുഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് 1820 ഭഗവത്ഗീതയെ കുറിച്ച് ബന്ധം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇവിടെ പിന്നെ സ്വർഗത്തിൽ ഇപ്പൊ ആ സമയത്ത് മധ്യാകാശത്തിൽ അടയാളങ്ങളായിട്ട് കാണപ്പെടുന്നത്, സ്വർഗാസ്വർഗത്തിൽ സംഭവിക്കുന്നത് കർത്താവ് തന്റെ സഭയെ എടുക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ അന്ന് നടക്കുന്ന പുനരുത്ഥാനത്തിൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള വിഷയം പഴയ നിയമത്തിൽ നിഴലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാ കാഹളങ്ങളും എല്ലാവരെയും ചേർക്കാൻ വേണ്ടി അല്ല ഊതുന്നത്.
കാഹളം ഊതുന്നതിന് പ്രത്യേകമായിട്ടുണ്ട്. പടജനത്തെ കൂട്ടിവരുത്താൻ വേണ്ടിയുള്ള കാഹളം ഊതാറുണ്ട്, ജനത്തെ കൂട്ടിവരുത്താൻ കാഹളം ഊതാറുണ്ട്, സഹസ്രാധിപന്മാരെ കൂട്ടിവരുത്താൻ വേണ്ടിയുള്ള കാഹളം ഊതും. അപ്പോൾ കാഹളം ഊതുന്നതിന് പ്രത്യേകതയുണ്ട്. നമുക്കറിയാം ഈ സൈറനൊക്കെ അടിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ മുനിസിപ്പാലിറ്റിയുള്ള എന്ന് പറഞ്ഞാൽ അത് ഒറ്റ സൈറനെ അടിക്കുകയുള്ളൂ. രാവിലെ സമയം 5 മണിക്കോ അല്ലെങ്കിൽ ജോലി എഴുന്നേൽ സൈറൻ. എന്നാൽ ഈ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള പ്രത്യേക ബന്ധത്തിലുള്ള കാഹളം അടിക്കുമ്പോൾ അവിടെ വാണിംഗ് ആയിട്ടുള്ള ഇതടിക്കും. യുദ്ധത്തിന് അറ്റാക്ക് വരുന്നതാണോ, പീസ് സമാധാനമായോ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള സൈറൻ അടിക്കാറുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ഇവർ പുറപ്പെടുമ്പോൾ ഇവർക്ക് എന്നും ആൾക്കാരെ കൂട്ടി നടത്താൻ മാത്രം പോയി, യുദ്ധത്തിന് പോകണം, പല ആവശ്യങ്ങളുണ്ട്. അപ്പൊ അവരെ ഈ ഏകദേശം 10-25 ലക്ഷം ആൾക്കാരെ ഓരോരുത്തരും കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കാൻ പറ്റും. നമുക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് ഇട്ടിട്ട് എല്ലാവരും ഫോൺ വിളിച്ച് പറയുന്ന പോലെ അന്ന് മോശയ്ക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. മനസ്സിലാകണമേ, 10-25 ലക്ഷം ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ അടുത്തേക്ക് മെസ്സേജ് പാസ് ചെയ്യണം. എന്താണ്, നമ്മൾ നാളെ പുറപ്പെടാൻ പോയി, അതിന് മേഘമുണ്ട്, മേഘം പൊങ്ങുമ്പോൾ അവർ പോകും. പക്ഷെ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇവരോടെല്ലാം ഓരോരുത്തരും പറയാം. അതിനുവേണ്ടിയാണ് കാഹളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കാഹളം ഉപയോഗിക്കുന്നതിൽ മഹാപുരുഷനായിരിക്കുന്ന യേശു ഊതുന്ന കാഹളമാണ് ദൈവത്തിന്റെ കാഹളം. പഴയ നിയമപ്രകാരം കാഹളം ഊതുന്ന പല സന്ദർഭങ്ങളുണ്ട്. അതിൽ 2 സുപ്രധാന സന്ദർഭങ്ങൾ ഊതപ്പെടുന്ന കാഹളങ്ങൾ താഴെ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. 2 സന്ദർഭങ്ങളാണ് 2 പ്രത്യേക കാഹളം ഊതുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാഹളം ഊതുക എന്ന് പറഞ്ഞാൽ വെറുതെ കാഹളം ഊതുവല്ല. അപ്പൊ ആരാധനയ്ക്ക് വേണ്ടി കാഹളം ഊതുന്നതുകൊണ്ട് പല സന്ദർഭങ്ങളിൽ കാഹളം ഊതുന്നുണ്ട്. പക്ഷെ ഇവിടെ കാഹളം ഊതുന്നത് യേശു ക്രിസ്തുവാണ്. മഹാപുരുഷനായ യേശു തന്നെയാണ് കാഹളം ഊതുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാരെ കൂട്ടിവരുത്തേണ്ടതിന് ഊതുന്ന കാഹളം, അതിനായി ഒരു കാഹളം മാത്രമാണ് ഊതുന്നത്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിന്റെ സഹസ്രാധിപന്മാരായിരിക്കുന്ന പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടണം. അത് സംഖ്യാപുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന. അപ്പോൾ ഈ കാഹളത്തിന്റെ ശബ്ദം എന്താണെന്നുള്ളത് അവർക്ക് അറിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാഹളം ആണ് ഊതുന്നെങ്കിൽ അന്നേരം മനസ്സിലായാൽ മതി, 1000 പേർക്ക് തലവന്മാരായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരായിരിക്കുന്ന സഹസ്രാധിപന്മാരെ കൂട്ടിവരുത്താൻ വേണ്ടിയാണ് മോശ അന്ന് ഒരു കാഹളം ഊതുന്നത്. അപ്പൊ ആ കാഹളം ഊതുമ്പോൾ അവർ മാത്രമാണ് കൂടി വരുന്നത്. അതിനാണ് 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങനെയല്ല ഊതുന്നത്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ 10-ാം അധ്യായം 9-ാം വാക്യം പറഞ്ഞിരിക്കുന്നത് അത് ഗംഭീര ധ്വനിയായിട്ടുള്ള കാഹളം ഊതണം. ഇത് രണ്ടും നമുക്ക് അത് പറഞ്ഞിരിക്കുന്ന ഗംഭീര ധ്വനിയായിരിക്കും. അപ്പോൾ ഹർമോദ യുദ്ധത്തോടൊപ്പം ഈ 2 കാഹളത്തിനെ കുറിച്ച് നമ്മൾ എടുത്തിരിക്കുന്നത്, ഒന്ന് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ ഊതുന്ന കാഹളം, അത് സഹസ്രാധിപന്മാരായിരിക്കുന്ന പ്രഭുക്കന്മാരെ ചേർക്കാൻ വേണ്ടിയാണെങ്കിൽ അന്ന് മധ്യാകാശ പ്രത്യക്ഷ ഊതുന്ന കാഹളം അത് നിഴലായി നിന്നത് ദൈവത്തിന്റെ സഭയുടെ ആദിയാതന്മാരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരെ ചേർക്കാനുള്ള കാഹളമാണ്. എന്നാൽ കർത്താവിന്റെ സംഖ്യാപുസ്തകം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ യഹോവ അവർക്ക് മീതെ പ്രത്യക്ഷനാകും, അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും, യഹോവയായ കർത്താവ് കാഹളം ഊതി തെക്കൻ ചുഴലിക്കാറ്റിൽ വരും. സംഖ്യാപുസ്തകം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് കർത്താവിന്റെ അത് ഗംഭീര ധ്വനിയാണ്, യുദ്ധത്തിന് വേണ്ടി വരുന്നതാണ്. ഇത് 2 സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാഹളമൊക്കെ അതിൻ്റെതായിട്ടുള്ള ആ നിഴലായിരുന്ന പൊരുളായിത്തീരും. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ കർത്താവിന്റെ കാഹളം എന്ന് പറഞ്ഞിരിക്കുന്നത് അന്ന് മധ്യാകാശ പ്രത്യക്ഷ ഊതപ്പെടുന്ന കാഹളം സംഖ്യാപുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സഹസ്രാധിപന്മാരായിരിക്കുന്നവരെ പ്രഭുക്കന്മാരെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഊതുന്ന കാഹളമാണ്. അതെല്ലാവരെയും ജനത്തെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഊതുന്ന കാഹളമല്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ എല്ലാവരും പോകത്തില്ല, അതിന് സഭയിലുള്ള എല്ലാവരും പോകത്തില്ല. അങ്ങനെ പ്രഭുക്കന്മാരുടെ പദവിയിലെത്തുന്ന അഥവാ പുത്രത്വം പ്രാപിക്കുന്നവർക്ക് മാത്രമേ ആ കാഹള ശബ്ദത്തിൽ കേൾക്കാൻ കഴിയത്തുള്ളൂ. അവർ മാത്രമായിരിക്കും അന്ന് എടുക്കപ്പെടുന്നത്. ഇതോടുകൂടി സംശയം മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും സംശയം ഉണ്ടെങ്കിൽ തുടർന്നുള്ള പഠനത്തിൽ അത് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കാഹളത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇവിടെ വളരെ വ്യക്തം. ഇതൊക്കെ കണ്ടിട്ട് ശേഷമാണ് പിന്നീടുള്ള രാജ്യങ്ങളിലൊക്കെ ഈ സൈറൻ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് അറ്റാക്ക് വരുന്നതിനെ കുറിച്ച് നമ്മൾ പ്രത്യേക പറഞ്ഞിരിക്കും. ഇപ്പം നമുക്കറിയാം, രാവിലെ ഫാക്ടറിയിൽ കാഹളം അവര് സൈറൻ അടിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പം എന്തെങ്കിലും ബോംബ് അറ്റാക്കോ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇത് അടിക്കും, കാഹളം സൈറൻ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
അത് തൻ്റെ ആദ്യജാതന്മാരുടെ സഭയെ ഒന്നാക്കിയെടുക്കാൻ വേണ്ടി, അവരെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ഇനി ഒരു കാഹളം മുഴങ്ങാൻ പോകുന്നത്. ആ കാഹളം ധ്വനിക്കുമ്പോൾ ആ ഗണത്തിൽപ്പെടുവാൻ ഭാഗ്യമുള്ളവരെ ഒരുക്കിയെടുത്ത് പരിശുദ്ധാത്മാവ് ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ മധ്യാകാശത്തിൽ പ്രത്യക്ഷ കർത്താവ് എന്ന കാഹള ശബ്ദം ആഗോള ദൈവസഭയിലുള്ള എല്ലാവരെയും കൂട്ടി വരുത്തുവാനോ യുദ്ധത്തിന് പുറപ്പെടുവാനോ വേണ്ടിയുള്ളതല്ല. മഹാപുരോഹിതനായി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ആത്മമണവാളനായി ഇറങ്ങി വന്ന് തന്റെ മണവാട്ടിയെ ചേർക്കുമ്പോൾ അവരെ മാത്രം അവനോട് ചേർക്കുന്നതിന് വേണ്ടി ഊതുന്ന കാഹള ശബ്ദമാണിത്. ആ അവസരത്തിൽ മധ്യാകാശത്തിലേക്ക് സഭ എടുക്കപ്പെടും എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കാഹള ശബ്ദം സഹസ്രാധിമാരെ കൊണ്ട് ചേർക്കാൻ വേണ്ടിയാണ് മോശ ഊതിയതുപോലെ നമ്മുടെ കർത്താവ് അവന് വേണ്ടി ജയാളി ആയിരിക്കുന്നവരെ ചേർക്കാൻ വേണ്ടി ഊതുന്ന കാഹളത്തിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ അതിനു വേണ്ടിയുള്ളവർ മാത്രമാണ് എടുക്കപ്പെടുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ആ പദവിയിലേക്ക് എത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഇതേക്കുറിച്ച് കാര്യങ്ങൾ കാഹളം പോകുന്നതിനെ കുറിച്ചുള്ള കാര്യം മനസ്സിലായല്ലോ. ആ സമയത്ത് ദൈവസഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള കാര്യം മനസ്സിലായി. പിന്നീട് സംഭവിക്കുന്നത് ഭൂമിയിൽ സംഭവിക്കുന്നപ്പോൾ കർത്താവ് കാഹളം ഊതുമ്പോൾ എന്താണ് ഭൂമിയിൽ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പരദേശിയിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ മൂന്നാം സ്വർഗ്ഗത്തിൽ വിശ്രമിക്കുന്ന ആ വിശുദ്ധന്മാരുടെ അപ്പോസ്തോലിക നിലവാരത്തിലുള്ള വിശുദ്ധന്മാരുടെ ആത്മാക്കൾ മാത്രമേ ആ ശബ്ദം കേൾക്കുകയുള്ളൂ. അവരാണ് അവിടുന്ന് അവരുടെ ആത്മാക്കൾ മാത്രമാണ് പരദേശത്തിൽ നിന്ന് വെളിയിലേക്ക് വരികയും അവരുടെ ശരീരങ്ങൾ ഭൂമിയിലേക്ക് വന്ന് എവിടെയാണോ അവരുടെ ശരീരങ്ങൾ കിടക്കുന്നത് പുനരുത്ഥാനം പ്രാപിക്കുകയും ഈ ശബ്ദത്തെങ്കിൽ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ആ ശ്വാസം കൊണ്ട് അവർ പുനരുത്ഥാനവും നമ്മൾ രൂപാന്തരവും പ്രാപിച്ച് തേജസ്സുള്ളവരായി സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തേജസ് ലഭിക്കുന്ന അവിടെ പോയിട്ടല്ല, സ്വർഗാസ്വർഗത്തിൽ ചെന്നിട്ടല്ല തേജസ് ലഭിക്കുന്നത്, അവിടെ ചെന്നിട്ടല്ല പ്രതിഫലമായിട്ട് തേജസ് ലഭിക്കാൻ പോകുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരുക്കിയാണ് ദൈവാത്മാ നമ്മെ കൊണ്ടുപോകുന്നത്. വളരെ ശ്രദ്ധിക്കണമേ, അവിടെ പോയിട്ടല്ല ദൈവം തേജസ് നൽകുന്നത്. ഇവിടുന്ന് പുനരുത്ഥാനവും രൂപാന്തരം കഴിയുമ്പോൾ തന്നെ ആ കർത്താവായ യേശുവിന്റെ വായിൽ നിന്ന് ഊതുന്ന ആ ശ്വാസത്തിൽ നാം പുനരുത്ഥാനവും രൂപാന്തരവും തേജസ്സും പ്രാപിച്ചാണ് സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയാണ് മേഘത്തിൽ മറിയപ്പെട്ട് കൊണ്ടുപോകുന്നത്. ദൈവത്തിന്റെ സഭയെ അവിടേക്ക് ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ സ്വർഗാസ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ഭൂമിയിൽ നിന്ന് അന്ന് വിശുദ്ധന്മാരായിരിക്കുന്ന തികവ് പ്രാപിക്കുന്നവരുടെ ആത്മാക്കൾ ആണ് പുനരുത്ഥാനവും രൂപാന്തരവും പ്രാപിച്ച് തേജസ രൂപികളായി കർത്താവിന്റെ അതേ പ്രതിമയായി സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. ഇതാണ് അന്ന് ഭൂമിയിൽ സംഭവിക്കുന്നത്. പരിശുദ്ധമാവ് ജയാളികളാണ് ആദ്യമായി സഭയും കൊണ്ട് മധ്യാകാശത്തെത്തുന്ന സന്ദർഭത്തിലാണ് സ്ത്രീ സകലജാതിയിലെ ഇരുമ്പുകൾ കൊണ്ട് മേയ്പാട് ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന പ്രവചന ഭാഗം അക്ഷരാർത്ഥത്തിൽ നിറവേറപ്പെടുന്നത്. മധ്യാകാശത്തിന്റെ സഭയെ ചേർക്കുവാൻ ഇറങ്ങി വരുന്ന ആത്മാവാളുടെ അടുക്കിലേക്കാണ് ഭൂമിയിലെ പ്രവൃത്തിയെ തികച്ച പരിശുദ്ധമായ പുത്രത്വം പ്രാപിച്ച ആത്മാവാണവാട്ടിയെ ഒരാൺകുട്ടിയായി രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് അതിവേഗം പിതാവാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവർ കരേറിപ്പോവുകയും ചെയ്യുന്നു. മീഖായേലിനോടും അവന്റെ ദൂതന്മാരോടും മധ്യാകാശമാണ് സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് സാത്താനും അവന്റെ ദൂതന്മാരുമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുഞ്ഞാടിന്റെ പുനരുത്ഥാനത്തെ തടയുവാൻ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയ്ക്ക് സാധിച്ചില്ല. അതുപോലെ അവന്റെ കാന്തയാകുന്ന മണവാട്ടിയുടെ മരിച്ചുടരുന്നുള്ള പുനരുത്ഥാനം, രൂപാന്തരം, സ്വർഗാരോഹണം എന്നിവയെ തടയുവാൻ സാധിക്കാതെ അവർ ദൈവത്തിന്റെ പാതപിടമാകുന്ന ഭൂമിയിലേക്ക് പരാജിതരായി തള്ളപ്പെടുകയും ചെയ്യും. ഒരു കൂട്ടം അവര് പാപം എവിടെ ഉത്ഭവിച്ചോ ആ ഉത്ഭവസ്ഥാനം ഭൂമിയല്ല. പാപം ഉത്ഭവിച്ചത് അത് പർദീസയിലാണ്, ആകാശത്തിൽ വെച്ചാണ് അത് ഉത്ഭവിച്ചത്. അത് ഉത്ഭവിച്ചത് ഒന്നാമത്തെ ആകാശത്തിലാണ്, പർദീസയിലാണ്. അവിടുന്ന് അതിനെ തള്ളിക്കളയുന്ന ആ പാപത്തിന് ഉത്ഭവമായിരുന്ന സാത്താനെ, അവനോട് ചേരുന്നവരെ തള്ളിക്കളയുമ്പോഴാണ് സ്വർഗം അഥവാ പർദീസ വിശുദ്ധമായത്, ശുദ്ധീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നടക്കുന്ന യുദ്ധത്തിൽ മീഖായേലിനോട് അവന്റെ സൈന്യത്തോടും പിശാചും അവന്റെ ദൂതന്മാരും പടപെട്ട് നമുക്കന്ന് അതേക്കുറിച്ച് നമ്മൾ മനസ്സിലായി. ആ സന്ദർഭത്തിലാണ്
ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ പാതപിടമാക്കുവോളും നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന വചനം അത് പൂർത്തീകരിക്കപ്പെടുന്നത് അങ്ങനെ ഭൂമിയിലേക്ക് തള്ളപ്പെടും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. ഒന്ന്, താഴ്ച ആയിരിക്കുന്ന അഥവാ ഭൂമിയിലായിരിക്കുന്ന നമ്മെ, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്ന നമ്മെ അവൻ ഉയർത്തും. നമുക്കറിയാം, അവന്റെ ബലമുള്ള കാഴ്ചയിൽ താണിരിപ്പീൻ, എന്നാൽ അവൻ തക്ക സമയത്ത് നമ്മൾ ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ അവന്റെ കൈക്കീഴിൽ താണിരിക്കുന്ന തികവാകുന്ന പ്രിയപ്പെട്ടവർ, അനുസരണമുള്ളവർ, ക്രിസ്തുവിന്റെ അനുസരണം തികയുന്ന പ്രിയപ്പെട്ടവരാണ് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും ശത്രുവിന് പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. രാത്രിയിൽ യേശുവിന്റെ ബലമുള്ള അധികാരത്തിന്റെ കീഴിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ സഭയെ സൂക്ഷിച്ചു വെക്കുന്നത്. അതിന് ആ തികവില്ലാത്ത ഒരു വെളിയിലായിരിക്കും. അതിന് എന്ന് പറഞ്ഞാൽ അവര് ഒറ്റപ്പെട്ടവരല്ല. നമുക്കറിയാം, കൂടാരം അടിക്കിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന കൂടാരത്തോട് ചേർന്ന് കിടക്കുന്നത് അതിന് വ്യത്യസ്തമായ ഗോത്രങ്ങളുള്ള ബന്ധത്തിലാണ് വിന്യസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിന്റെ കീഴിൽ അവന്റെ സ്വാധീനതയിൽ അനുസരണം തികഞ്ഞവരായി തീരുവാൻ രാത്രി ദൈവാൻ പറയുമ്പോൾ അങ്ങനെയുള്ളവരെ ദൈവം തക്ക സമയത്ത് ഉയർത്തും എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് അനുഭവമാണെങ്കിൽ അത് സാധിക്കും. അതല്ല, നാം അനുസരണം തികഞ്ഞാണ് മരിക്കുന്നതെങ്കിലും, നാം അനുസരണം തികഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും അവരായിരിക്കും കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത്തിൽ ഇവിടുന്ന് ഉയർത്തപ്പെടുന്നത്. എന്നാൽ അനുസരണക്കേടിന്റെ ശക്തിയായ പാപത്തിന്റെ ഉത്ഭവമായിരുന്ന സാത്താൻ, അവൻ അനുസരണക്കേടുള്ളവനായി, അവൻ അഹങ്കാരിയായി തന്നെത്താൻ ഉയർത്തിയവൻ ഈ ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടുമ്പോൾ ഭൂമിയാകുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് ഒരു കൂട്ടം ജനം, ഒരു സംഘം സ്വർഗീയ സിംഹാസനം കരസ്ഥമാക്കുവാൻ വേണ്ടി ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആലോചന കൊടുത്ത് ഒരുക്കുന്നുണ്ട്. ആ സംഘത്തിലായി തീരുവാൻ ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുക. രണ്ട് യാത്ര നടക്കാൻ പോവുക. ഒന്ന്, ഒരു കൂട്ടം ജനം ഇവിടുന്ന് അവൻ യേശുക്രിസ്തുവിന് സദൃശമാകുന്ന അവന്റെ പുത്രത്വം പ്രാപിക്കുന്ന ദൈവസഭ, ഈ ദൈവത്തിന്റെ കൈക്കീഴിലിരിക്കുന്ന തികവുള്ള ദൈവസഭ കർത്താവിന്റെ മധ്യാകാശവരവുങ്കിൽ ഇവിടുന്ന് ഉയർത്തപ്പെട്ട് അവർ സ്വർഗത്തിന്റെ സിംഹാസനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രവേശിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത പൈശാചിനായിരിക്കുന്ന പാപമുത്ഭവിച്ച സാത്താൻ തന്നെത്താൻ ഉയർത്തിയവനെ ദൈവം തള്ളി താഴെയിടും. എന്നാൽ യേശുവിനോട് ചേരുവാനുള്ള തികവാകുന്ന അനുസരണമുള്ള താഴ്മയുള്ള ദൈവകൃപയുള്ള ദൈവസ്നേഹമുള്ള ദൈവാനുരൂപമുള്ളവരെ കർത്താവ് ഉയർത്താൻ പോകുന്നു. അത് സംഭവിക്കും. രണ്ട് യാത്രയാണ്. ഒന്ന്, ഇവിടുന്ന് ഒരു കൂട്ടം സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ പിശാചിനെയും അവന്റെ ദൂതന്മാരെയും യുദ്ധം ചെയ്ത് പരാജിതരായി തള്ളിക്കളയും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ആരും പരാജയപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, നാം ജയാളികളായി നിൽക്കുവാൻ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞ ജയത്തിന്റെ 3 അളവുണ്ട്. 30 മേനിയുടെ ജയമുണ്ട്, 60 മേനിയുടെ ജയമുണ്ട്, 100 മേനിയുടെ തികവിന്റെ ജയമുണ്ട്. അപ്പോൾ ജയത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ്. നാം ആ 100 മേനിയുടെ വിളവിലേക്ക്, തികവിലേക്ക് എത്തണമേ എന്ന് ഇന്ന് രാത്രിയിലും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനം നമുക്ക് ലഭിച്ചതുകൊണ്ട് നാളെ നമുക്ക് അറിഞ്ഞില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളെ അറിയിക്കുന്നത്, നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. അതുകൊണ്ട് കേട്ടിരിക്കുന്ന വചനം നമ്മളെ ചതിക്കാൻ പാടില്ല. അത് നമ്മെ പണിയപ്പെടുന്നതായി എടുക്കപ്പെടുവാൻ ഇടയാറ്റണം. ഇന്ന് രാത്രി എത്ര പേർക്ക് ഒന്നുകൂടി സമർപ്പിക്കാൻ ഞാൻ പലപ്പോഴും എല്ലാവരും സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ആത്മാവിൽ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. നമുക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും മറന്ന്, എല്ലാ വേദനകളെയും മറന്ന്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ അവിടെയുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും അതിപ്രധാനമായി ചെയ്യേണ്ട കാര്യം, എനിക്ക് എൻ്റെ കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ ചേരണം. അത് എൻ്റെ പ്രിയപ്പെട്ടവരെ അവനോടുകൂടെ ചേർക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും, അതിനുവേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, രാത്രി മുഴുവൻ കണ്ണുനീരോടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരെ ക്രിസ്തുയേശുവിന്റെ വിളിയാലുള്ള ആശ എന്നതെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പൗലോസ് ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള ദൈവഭക്തന്മാർ എഴുന്നേൽക്കണം. അങ്ങനെയുള്ള എഴുന്നേൽക്കണം പ്രിയപ്പെട്ടവരെ. അവർ കരഞ്ഞതിന് വേണ്ടിയാ ക്രിസ്തുവിന്റെ വിളിയാലുള്ള ആശ എന്നെന്ന് അറിയണം. അതിനുവേണ്ടിയാണ്
ദിവസങ്ങളോളം ഈ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ആത്മാർത്ഥമായി ഈ സന്ദേശം വളരെ കണ്ണുനീരോടെ താഴ്മയോടെ ഇവിടെ അറിയിക്കുന്നത്, ഈ സന്ദേശം ഒരിക്കലും അവഗണിച്ച് കളയരുത്. നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് ലാഭമായി തരുവാൻ, ക്രിസ്തുവിനെ നേടുവാൻ ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സഭ എടുക്കപ്പെടുന്നു എന്നുള്ളതും, അപ്പൊ പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, അവന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. മധ്യാകാശ യുദ്ധമുണ്ടാകും. ആ യുദ്ധം അവിടെ നടക്കുന്നത് കഥാണ്ട് കഥ പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തെ ലോകാധിപതികളോടും സ്വർഗത്തിലെ ദുഷ്ടാത്മസേനയോടും മാത്രമേ പറയുന്നത്. അങ്ങനെ പടപൊരുതി ജയാളികളായിരിക്കുന്നവരെ അവരെ എടുക്കപ്പെടുന്ന സമയത്ത് മധ്യാകാശം ഉണ്ടാകുന്ന യുദ്ധത്തിൽ, അവിടെ ആകാശത്തിലെ യുദ്ധം ഉണ്ടാകുന്നു. മീഖായേൽ എന്ന ദൈവത്തിന്റെ പ്രധാന ദൂതനും അവന്റെ സൈന്യവും ഈ ഭൂമിയിലേക്ക്, മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഭൂമിയിലേക്ക് സാത്താനെ തള്ളിക്കളയാൻ വേണ്ടി, അവരുടെ കൂട്ടരെ തള്ളിക്കളയാൻ വേണ്ടിയ തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടെന്നുമില്ല എന്ന് പറഞ്ഞാൽ പർദീസിൽ പിന്നീട് അവരുടെ സ്ഥലം കണ്ടില്ല. ഇന്നുവരെയും അവനവിടെ സഞ്ചരിച്ചിരിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ മധ്യാകാശ വരവടുക്കുന്ന സമയത്ത് അവന്റെ സൈന്യത്തെ അവിടെ വിന്യസിപ്പിക്കും. അന്ന് അവൻ പ്രബലശക്തിയായി മഹാസർപ്പമായി വെളിപ്പെടും. അന്ന് യുദ്ധം നടക്കുന്ന യുദ്ധത്തിൽ അവൻ പരാജിതനായി ഈ ഭൂമിയിലേക്ക് തള്ളപ്പെടും. ഇതൊന്നും ഈ സാത്താൻ വെളിപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ അവരിത് പഠിപ്പിക്കത്തില്ല. കാരണം അവൻ പരാജയപ്പെടാൻ വിഷയം എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ സംഭവിക്കുന്നത്? നാം ജയാളികളായി തീരുമ്പോഴാണ്. നമ്മൾ ജയാളികളായി തീരണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ജയാളികളായി തീർന്നാൽ ശത്രു പരാജിതനായി താഴേക്ക് വീഴും. ജയാളികളുടെ എണ്ണം തികയാൻ വേണ്ടി സ്വർഗം കാത്തിരിക്കുക. അന്ന് നടക്കുന്ന യുദ്ധത്തിൽ സാത്താനും അവന്റെ സൈന്യവും ഭൂമിയിലേക്ക് തള്ളപ്പെടും. പിന്നെ അവരുടെ സ്ഥലം സ്വർഗത്തിൽ കണ്ടതുമില്ല. സ്വർഗത്തിലല്ല, അത് പരദീസയാകുന്ന സ്വർഗത്തിലാണ്. അതിനെയാണ് നമ്മൾ മധ്യാകാശം എന്ന് പറയുന്നത്. അവിടെ വരെയാണ് സാത്താന് പ്രവേശനമുള്ളത്. അതല്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ സ്വർഗത്തിൽ പിന്നെ കണ്ടതുമില്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ സ്വർഗാസ്വർഗമാണെന്ന് വിചാരിക്കരുത്. ഈ സംഭവം നടക്കുന്നത് മധ്യാകാശം അഥവാ പരദീസയോടുള്ള ബന്ധത്തിലാണ് നടക്കുന്നത്, ഭൂമിയോടുള്ള ബന്ധത്തിലാണ് നടക്കുന്നത്. അവിടേക്ക് ഈ സാത്താനും കൂട്ടരും താഴേക്ക് വീഴുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന സംഭവം ജയാളികളാണ് സഭ സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുമെന്നുള്ളതാണ്. ഇപ്പോൾ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവിടെ ദൂതന്മാരെ അവനോട് തള്ളിക്കളഞ്ഞു. അപ്പോൾ വെളിപ്പാട് സങ്കീർത്തനം 110:3 പറഞ്ഞിരിക്കുന്ന 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതവിടമാക്കോളൂ, നിന്റെ വലത്ത് ഭാഗത്തിരിക്കും. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിലെ താക്കോൽ വാക്യമായി നമ്മൾ എടുത്ത് ചിന്തിച്ചത്. അത് നിവൃത്തിയാകും. അപ്പോൾ കർത്താവിന് മധ്യാകാശ പ്രത്യക്ഷ സംഭവിക്കുന്നത് അന്നാകുന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായം 9-ാം വാക്യമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു, മനസ്സിലാക്കി. അതൊന്ന് ഒന്നുകൂടി ഞാൻ വായിച്ചത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അതിന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുക. തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരുടെ രാപ്പകൽ ദൈവത്തിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപ്പൊ സ്വർഗത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ് ഈ സംഭവം. അപ്പോൾ ഈ സ്വർഗത്തിൽ പറയുന്ന അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു എന്ന് പറയുന്നത്, മഹാശബ്ദം പറഞ്ഞത് കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷ ഇന്നലെ നമ്മളിത് എടുത്തിരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 2000 വർഷമായ ഭൂമിയിലാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് സഭയെ ഒരുക്കപ്പെട്ടെടുത്തു കഴിഞ്ഞാൽ പിന്നീട് സ്വർഗാസ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്താണ് സംസാരിച്ചത്? പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എന്നാ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഒന്ന്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവം ക്രിസ്തുയേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം നമുക്കറിയാം, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്നാ പറഞ്ഞെങ്കിൽ, ദൈവസഭ പരിശുദ്ധാത്മാവിന്റെ തികവാകുന്ന മണവാട്ടി സഭ അവിടെ എത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മുടെ ദൈവമെന്നാണ്.
സ്വർഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ടെന്ന് പറയുന്നത്, ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ സ്വർഗത്തിലുണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഇത് മണവാട്ടി സഭയോട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ സ്വർഗാസ്വർഗത്തിൽ സഭ എത്തി എന്നുള്ളതും, അത് ഒന്നായി എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ സഭ ഒറ്റപ്പെടുകയല്ല, മാറി നിൽക്കുകയല്ല, ദൈവീയ തൃത്വത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, ആ തികവിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ദൈവം എന്നിവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അർത്ഥമാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ദാനമാകുന്നു, രക്ഷ ദൈവത്തിന്റെ ദാനമാകുന്നു. അപ്പോൾ ഈ രക്ഷ പ്രാപിച്ച ജയാളികളാരുടെ ദേഹവും ദേഹി ആത്മാവ് എന്നിവയുടെ പൂർണ്ണ വീണ്ടെടുപ്പാകുന്ന ശരീരത്തിന് വീണ്ടെടുപ്പിനെ കുറിച്ചാണ് ഇവിടെ രക്ഷ എന്ന വാക്കുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും നമ്മുടെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷ, അപ്പൊ നമുക്കറിയാം ആത്മാവെന്ന ആദിദാനം, ആത്മാവിന്റെ രക്ഷ പ്രാപിച്ച നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയാകുന്ന ദേഹം ദേഹി ആത്മാവിന്റെ പൂർണ്ണമായ വിടുതലുണ്ടായി സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നത് ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഗണത്തിൽപ്പെടാനുള്ളവരുടെ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പൊ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ, നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ പൂർണ്ണമായി രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് പ്രാപ്തനാകുന്നു. ഇവിടെ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന സന്ദേശം. നമ്മെ പൂർണ്ണമായി രക്ഷിക്കും. ആത്മദാനമായി നൽകിയവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാനും ശക്തിയുള്ളവനാണ്. അതിനായിട്ടാണ് പിതാവിന്റെ വലത്തുഭാഗത്ത് ചെന്നവർ നമുക്ക് വേണ്ടി ക്രിസ്തുയേശു പക്ഷവാദം ചെയ്യുന്നത്. ഭൂമിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. സ്വർഗീയ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമ്മളെ പക്ഷപാതം ചെയ്യുന്നത് ദേഹം ദേഹി ആത്മാവിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ നിരവധി ഭക്തന്മാർ ഇവിടുന്ന് തികവുള്ളവരായി മാറ്റപ്പെട്ട് മൂന്നാം സ്വർഗത്തിൽ, പരദീസയുടെ മൂന്നാം സ്വർഗത്തിൽ അവർ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മയും പക്ഷപാതം ചെയ്ത് ആ പദവിയിലേക്ക് എത്താൻ വേണ്ടി പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു. പുത്തനായിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മെ ആ തികവിലേക്ക് എത്താൻ വേണ്ടിയാ. ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിനായി സ്തോത്രം ചെയ്യാം. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ, അതുപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, നമ്മെ തികവിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നമുക്ക് രക്ഷകളെ കുറിച്ച് പഠിക്കുമ്പോൾ 3 പ്രധാന രക്ഷയെക്കുറിച്ച് നമുക്കറിയാം. ഒന്ന്, ലോകത്തിന്റെ രക്ഷ അഥവാ യേശു ക്രിസ്തു രക്ഷിതാവായിട്ട് വന്നു. 2, സഭയുടെ രക്ഷിതാവായിട്ട് വരും. 3, ഇസ്രായേലിന്റെ രക്ഷകനായിട്ട് വരും. ഈ 3 രക്ഷയെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ ലോകരക്ഷകനായിരിക്കുന്ന കർത്താവ് വന്നത് എല്ലാ മനുഷ്യനും രക്ഷിപ്പാൻ വേണ്ടിയാണ്. അപ്പൊ അതിൽ തികവുള്ളവരുടെ രക്ഷയെക്കുറിച്ച്, അവരുടെ ശരീരത്തിനെ കുറിച്ച് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 വാക്യത്തിൽ പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ വന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. എന്നിട്ട് പറയാണ്, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയുള്ള അതിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ രക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ ദൈവത്തിന്റെ രക്ഷ നാം പ്രാപിച്ചെടുക്കണം. ആത്മദാനം പ്രാപിച്ച നാം ശരീരത്തിന്റെയും നമ്മുടെ ആത്മാവിന്റെയും ജീവന്റെയും വീണ്ടെടുപ്പ് നടന്നിരിക്കും. ആത്മാവിന്റെയും ജീവൻ എന്നുള്ളത് അത് ഒരുമിച്ച് നിൽക്കുമ്പോൾ, ശരീരത്തിന് വീണ്ടെടുപ്പ് കൂടി നടക്കുമ്പോൾ ദേഹം ദേഹി ആത്മാവും ജീവനും ഒരുമിച്ചാണ്. അങ്ങനെ വേർതിരിച്ചെന്നേ ഉള്ളൂ. 2 സ്ഥലങ്ങളിലേക്കല്ല പോകുന്നത്. ആത്മാവും ജീവനും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അത് ദേഹവും ദേഹിയും ആത്മാവുമായി വേർപിരിച്ചിരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് ആത്മാവും ജീവനും ഒരുമിച്ചാണ് പോകുന്നത്. അതുപോലെ തന്നെ ശരീരം പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ദേഹവും ദേഹിയും ആത്മാവും ഉള്ളതായിട്ട് പുനരുത്ഥാനം പ്രാപിക്കും. ജീവനോടിരിക്കുന്ന നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അവിടുന്ന് കർത്താവ് വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി നമ്മുടെ താഴ്ചയിൽ നിന്ന്
നമ്മെ മഹത്വത്തിലേക്ക്, ഉന്നതിയിലേക്ക്, സിംഹാസനത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ താഴ്ചയെ മാറ്റുവാൻ ദൈവം നമ്മളെ ഓർക്കും. നമ്മുടെ താഴ്ച നമ്മെ ഓർത്തവന്, നമ്മെ ഓർത്ത ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഓർത്താൽ എത്രമാത്രം നമ്മളെ ഉയർത്തുമെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഭൗതിക മേഖലകളിലൊക്കെ നമ്മുടെ താഴ്ച നമ്മെ ഓർത്ത ദൈവമുണ്ട്. ഒന്നുമില്ലായ്മ നമ്മളെ ഓർത്ത് നമ്മൾ എത്രത്തോളം മാനിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ഭൗമികമായിരുന്നെങ്കിൽ ആത്മീയമായി ദൈവമാത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, അഥവാ താഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ദ്രവിച്ചു പോകുന്നതാണ്, ഇത് നിലനിൽക്കുന്നതല്ല. അതിനെ പുനരുത്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, എല്ലാ മനുഷ്യർക്കും പുനരുത്ഥാനമുണ്ട്, എന്നാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട്, തേജസ്സിനോട് അതിനെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ് യേശുവിന്റെ ശ്വാസമാകുന്ന കാഹളമോതുന്നത്. അതിനു വേണ്ടിയാണ് രക്ഷിതാവായിട്ട് യേശു നമ്മുടെ ശരീരത്തിന് വേണ്ടി എടുപ്പിനായിട്ട് കർത്താവ് വരുന്നത്. അപ്പോൾ ഈ ഒരു സന്ദേശം മനസ്സിലാകുമ്പോൾ, കർത്താവ് നമ്മുടെ രക്ഷകൻ, നമ്മുടെ പരിസരമ പറയുന്നത്, നമ്മുടെ ദൈവത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് ദൈവസഭയുടെ പൂർണ്ണമായിരിക്കുന്ന രക്ഷയാണ് വെളിപ്പെടുത്തുന്നത്. മൂന്നാമത് നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ നമ്മുടെ മധ്യശരീരങ്ങൾ അത് കർത്താവ് രക്ഷകനായി വരുമ്പോൾ ഇത് ഉയർക്കണമെങ്കിൽ, രൂപാന്തരപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ ശ്വാസമാകുന്ന ആ കാഹളത്തിലൂടെ വ്യാപരിക്കുന്നത് ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. അത് വ്യാപരിക്കുമ്പോഴാണ് പുനരുത്ഥാനവും രൂപാന്തരവും ഉണ്ടാകുന്നത്. ക്രിസ്തു യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, നമ്മുടെ ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ അവനോടുകൂടി രാജ്ഞിയായി വാഴുവാനുള്ള നേരിൽപ്പെട്ടവരുടെ സ്വർഗാസുരകളെ ചേർക്കപ്പെടലാണ് ഈ അവസരത്തിൽ നിറവേറപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം ഇതെല്ലാം ആരംഭിക്കുകയാണ്. അതിനെയാണ് വരുന്നതായ രാജ്യം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വരുവാനുള്ള ലോകമാകുന്ന പൊതുവാന ഭൂമിയിൽ സമ്പൂർണ്ണമായി പ്രത്യക്ഷപ്പെടാനുള്ള ദൈവരാജ്യത്തിന്റെ പ്രാരംഭഘട്ടത്തെയും ദൈവിക പദ്ധതികളുടെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് തുടർ സംഭവങ്ങളായി നടക്കുന്നത്. ഇതൊക്കെ ആരംഭിക്കുക. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദൈവത്തിന്റെ രാജ്യം അത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ആരംഭമിടുകയാണ്. പിന്നെ ക്രിസ്തുവിന്റെ ആധിപത്യം, ദൈവരാജ്യത്തിന്റെ കർത്തൃത്വം നടത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ ആധിപത്യം നിത്യാധിപത്യമാണ്. യേശാവ് പ്രവചിച്ചത് അതിനെക്കുറിച്ചാണ്. യേശാവിന്റെ 9-6-7 വാക്യങ്ങൾ പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിന് അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും ഇന്നു മുതൽ എന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. അപ്പോൾ കർത്താവിന്റെ തീക്ഷ്ണതയോടുകൂടി കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷമായി ഇവിടെ നിവർത്തിയിരിക്കപ്പെടുന്നതാണ് കർത്താവിന്റെ ആധിപത്യം ആരംഭിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവനോട് ചേരുവാനുള്ള മണവാട്ടി സഭ എത്തിക്കഴിയുമ്പോൾ ഈ ദൈവത്തിന്റെ രക്ഷ അതിന്റെ പൂർത്തിനത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഒരു കൂട്ടം ജനം ആ പൂർണ്ണ രക്ഷയിലേക്ക് എത്തുവാൻ ഇടയെത്തുന്നു. ദൈവത്തിന്റെ ശക്തി മുഖാന്തരമായി പുനരുത്ഥാനവും രൂപാന്തരവും പ്രാപിച്ചെടുക്കപ്പെടുവാൻ ഇടയെത്തുന്നു. അവർ ദൈവത്തിന്റെ രാജ്യത്തിൽ വാഴുവാനുള്ളവരാണ്. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ ആധിപത്യത്തിൽ ഉള്ളവരാണ്. അതും തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവിക മർമ്മങ്ങളുടെ വളരെ കാര്യമായ കാര്യങ്ങളെ ഇവിടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ഇവിടെ തുടങ്ങിയിരിക്കുന്നെങ്കിൽ അത് എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നുള്ളതും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതേക്കുറിച്ച് അതിന്റെ 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്ന പറഞ്ഞിരിക്കുന്നെങ്കിൽ 11-ാം അധ്യായം 15-ാം വാക്യത്തെ 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. ഈ ഒരു 2 വാക്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, വെളിപ്പാട് ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത് അധ്യായക്രമത്തിൽ അല്ല എന്നുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് എന്നാണ് ആയിത്തീർന്നിരിക്കുന്നത് 11-ാം അധ്യായം 15-ാം വാക്യത്തില്ല. എന്നാണ് 7-ാമത്തെ ദൂതൻ ഊതുമ്പോൾ നമുക്കത് പഠിക്കാൻ സാധിക്കും. എന്നാൽ എന്നാണ് ഇത് തുടങ്ങിയത്? ഇപ്പം ആധിപത്യം തുടങ്ങുന്നത് എന്നാണ്? കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിലാണ്. എപ്പോഴാണ്? കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ കർത്താവിന്റെ കാവളം ഊതുമ്പോഴാണ്
ഇത് ആരംഭിക്കുന്നതെങ്കിൽ ഏഴാമത്തെ കൂടുമ്പോഴാണ് അത് ആയിത്തീരുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വചനത്തോടുള്ള ബന്ധത്തിൽ നാം ഇത് ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ക്രിസ്തുവിനോട് ചേരാനുള്ള മണവാട്ടി സഭ അവിടെ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അനാദി ലോകസ്ഥാപനത്തിന് മുമ്പ് അനാദിയിൽ ചിന്തിച്ചിരുന്ന ദൈവത്തിൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ ആധിപത്യവും എന്താണെന്ന് വെളിപ്പെട്ട് അതിൻ്റെ തികവിലേക്ക് എത്തിച്ചേരുവാൻ, ആ യോഗ്യതയിലേക്ക് എത്തിച്ചേരുവാൻ മണവാട്ടി സഭ അവിടെ എടുക്കപ്പെട്ടു. അത് അത് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം ഉള്ളവർ കൂടി ചേരാനുണ്ട്. തുടക്കമാണ്. അത് പൂർത്തീകരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് 14-15 വാക്യത്തിൽ ആരംഭം ഇടുന്നത്. കർത്താവിന്റെ മധ്യാകാശ വരവോട് കൂടിയാണ്. ഒന്നുകൂടി ഞാൻ രാത്രി പറയാൻ പരിശോധന പറയുകയാണ്. അനാദികാലത്തിൽ ദൈവത്തിന് പ്രവൃത്തിയായിരുന്ന ദൈവത്തിന്റെ രക്ഷമുഖാന്തരമായി ദേഹം തേകി ആത്മാവിന്റെ വിടുതൽ പ്രാപിച്ച് അവനോട് സദൃശ സ്വരൂപരായിത്തീരുന്ന ദൈവോത്തരന്മാരായിരിക്കുന്ന ദൈവസഭ അവിടെ സ്വർഗ്ഗാസനത്തിലേക്ക് എത്തപ്പെടുവാൻ തുടങ്ങി. അതിന്റെ ആരംഭം വിട്ടു. അതുപോലെ ദൈവത്തിന്റെ ശക്തി, പുനരുത്ഥാന ശക്തി കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശക്തി വ്യാപരിച്ചു. ഇന്നുവരെയും അത് വ്യാപരിച്ചാരെയും സ്വർഗാസനത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല. എന്നാൽ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത്തിലാണ് ദൈവത്തിന്റെ രക്ഷ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുന്നതിൽ ആദ്യത്തെ സംഘം പുറപ്പെടുന്നത്. അന്നാണ് ക്രിസ്തുവിന്റെ വചനം മുഖാന്തരമായി, ശ്വാസം മുഖാന്തരമായി രൂപാന്തരവും തേജസ്സും പുനരുത്ഥാനവും പ്രാപിച്ച് ജീവിതങ്ങൾ എടുക്കപ്പെടുന്നത്. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ രാജ്യം അതിന്റെ ആത്മീകമായിരിക്കുന്ന അർത്ഥതലത്തിൽ അത് അവനോട് ചേരാനുള്ള രാജ്ഞി പദവിയിലുള്ളവർ സ്വർഗാസുഖത്തിലേക്ക് എത്തപ്പെടുവാൻ ഇടയായിത്തീർന്നു. ക്രിസ്തുവിന്റെ ആധിപത്യം നിത്യാധിപത്യമാണ്. ആ ആധിപത്യത്തിന് അവനോടുകൂടെ വാഴുവാനുള്ളവർ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് മധ്യാകാശ യുദ്ധാനന്തര ഭൂമിയെക്കുറിച്ചുള്ള കാര്യമാണ്. 12-ാം അധ്യായത്തിന്റെ തുടർഭാഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവത്തിൽ കുറ്റം ചുമത്തുന്ന അപവാദിയായി തള്ളിയിട്ട് കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പർദീസ്യ സ്വർഗത്തിൽ നിന്ന് അപവാദിയായ സാത്താനെയും അവന്റെ ദൂതന്മാരെയും ദൈവത്തിന്റെ പാദപീഠമാകുന്ന ഭൂമിയിലേക്ക് തള്ളിക്കളയുന്ന സന്ദർഭത്തിൽ അവന്റെ സകല അപവാദങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജയാളിയായിരിക്കുന്ന ദൈവസഭ സ്വർഗാസുഖത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെടുന്നത്. ജയാളികളെ നമ്മുടെ സഹോദരന്മാർ എന്ന ബന്ധത്തിലാണ് പരിശുദ്ധാത്മാവോ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. നമ്മുടെ സഹോദരന്മാർ എന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ്, നമ്മുടെ സഹോദരന്മാരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ അതേ തികവിലേക്ക് എത്തുന്ന പുത്രത്വം പ്രാപിക്കുന്നവരെയാണ് നമ്മുടെ സഹോദരന്മാർ എന്ന് പറയും. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസനിൽ കുറ്റം ചുമത്ത അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചൊന്നുമില്ല. ഇതാണ് മണവാട്ടി സഭയുടെ കോളിങ്. യോഗ്യത പ്രാപിക്കാം. എങ്ങനെ പ്രാപിക്കാൻ കഴിയും, എങ്ങനെയാണ് തികവിലേക്ക് എത്തുവാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഈ വചനം വായിച്ചാൽ മതി. യേശു ക്രിസ്തുവിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ നിഷ്കളങ്കന്മാരായിരിക്കുന്നവരെയാണ് കഥ പറഞ്ഞിരിക്കുന്ന. നിഷ്കളങ്കൻ എന്ന് പറയുമ്പോൾ ഞാൻ നിഷ്കളങ്കൻ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറതാക്കേണ്ടുന്നില്ല. നമ്മുടെ കർത്താവ് നിഷ്കളങ്കനായിരുന്നു. പൗലോസ് പറഞ്ഞു, അതുപോലെ യോബ് പറഞ്ഞു. അങ്ങനെ ആരെല്ലാം ദൈവമായിട്ട് അത്രമാത്രം ബന്ധത്തിൽ വെക്കുന്നുവോ അവർക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. യോബ് ദൈവസഭയുടെ മണവാട്ടി സഭയിൽ പെടത്തില്ല. അന്ന് അവൻ പറഞ്ഞു ഞാൻ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും അവന്റെ സാക്ഷ്യം കൊണ്ടും ജീവിക്കുന്ന ജയാളികൾ പറയും, ഈ പ്രാണനേക്കാൾ എനിക്ക് വലുത് എൻ്റെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവൻ പോലും വെടിയുന്ന, അവനെ അക്ഷയമായി സ്നേഹിക്കുന്ന, നമ്മുടെ പ്രാണനേക്കാൾ അധികമായി യേശുവിനെ കർത്താവ് പത്രോസ് ചോദിച്ചു, പത്രോസേ നീ എല്ലാത്തിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതാണ് തികവിൻ്റെ യോഗ്യത. രാത്രിയിൽ ഒരുപാട് പഠിക്കണ്ട കേട്ടോ, ഒരുപാട് ചിന്തിച്ചു പോകണ്ട, വേദപുസ്തകത്താളുകളെല്ലാം എടുത്തെടുത്ത് മറിച്ച് നോക്കണ്ട. എങ്ങനെയാ തികവ് പ്രാപിക്കുന്നത്? ക്രിസ്തുവിനെ നമ്മുടെ പ്രാണനേക്കാൾ തുല്യം അധികമായി
അവനെ സ്നേഹിപ്പാൻ കഴിയുമോ? അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ക്രിസ്തുവിന് സ്നേഹത്തമ്മെ വേർപിരിക്കുന്ന ആര്? ഒരു ശക്തിയും കഴിയത്തില്ല. മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ നമ്മളെ ക്രിസ്തുയേശു സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. റോമർക്ക് 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, പുത്രത്വം പ്രാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ തികവാകുന്ന വിശ്വാസമാ. യേശു ക്രിസ്തുവിനെ അങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുമോ? മരണപര്യന്തം നമ്മുടെ പ്രാണനെ സ്നേഹിക്കാതെ പത്രോസോട് ചോദിച്ചു, പത്രോസേ, നീ നിന്റെ പ്രാണന്റെ വേദന കൊണ്ട് വന്നപ്പോൾ, നീ പിടിക്കപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നീ എന്നെ തള്ളിപ്പറഞ്ഞില്ലേ? അത് ദൈവികമായിരുന്നു. അവനവിടെ മരിക്കപ്പെടാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ തള്ളിപ്പറഞ്ഞ് അവനെ ദൈവോടൊന്ന് ഓടിച്ചു വിട്ട് കളഞ്ഞത്. അവനോട് ചോദിക്കുക, അന്ന് നീ നിന്റെ പ്രാണന് ഭീതി ഉണ്ടായപ്പോൾ നീ എന്നെ തള്ളിക്കളഞ്ഞില്ലേ? ഇനി ഇങ്ങനൊരു സന്ദർഭം വന്നാൽ ഉയർക്കപ്പെട്ട എന്നെ കണ്ട നീ പത്രോസെ തള്ളിക്കളയുമോ എന്നാ ചോദിച്ചത്. ഇത് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ സ്വരം കേട്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, പത്രോസ് പിന്നെ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ സന്ദേശം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാറ്റേക്കാൾ ഉപരിയായി നാം പല സന്ദർഭങ്ങളിലും യേശുവിനെ അറിയാത്തത് കൊണ്ട്, അവന് ആ വിശ്വാസത്തിന്റെ കാര്യം അറിയാത്തതുകൊണ്ട് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു പോയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ് നമ്മളോട് ഇന്ന് രാത്രി ചോദിക്കുക, ഇവയെല്ലാറ്റേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എത്ര പേർക്ക് ദൈവസനീയ സന്ദേശം കേട്ട് ദൈവത്തോട് പറയാൻ സാധിക്കും? പത്രോസ് എന്താ പറഞ്ഞത്? നീ അറിയുന്നല്ലോ കർത്താവ്, നീ അറിയുന്നല്ലോ കർത്താവ്. പത്രോസേ, നീ അന്ന് എന്നെ തള്ളി പറഞ്ഞതാ. എന്നാൽ ദൈവത്തെ അറിയാം. പരിശുദ്ധ ശക്തി വന്നു കഴിയുമ്പോൾ യേശുവിനെ തള്ളിക്കളയാതെ അവൻ മുമ്പിൽ തന്നെ കാണുമെന്ന് ദൈവത്തെ അറിയാമായിരുന്നു. ഇന്ന് ഈ രാത്രിയിൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് പരിശുദ്ധ പറയുന്നത്, നമ്മൾ തികവാകണമെങ്കിൽ, നാം ജയാളികളാകണമെങ്കിൽ യേശുവിനെ അതുപോലെ സ്നേഹിക്കണം. സ്വന്തം പ്രാണനേക്കാൾ അധികമായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ് സഭയുടെ ജയാളികളായിട്ടുള്ളവർ. ഇതിനേക്കാൾ അപ്പുറമായി ഒരു ടീച്ചിങ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രാണനേക്കാൾ ഉപരിയായി എല്ലാറ്റേക്കാൾ നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എന്നെക്കാൾ ഉപരിയായി അപ്പനെയോ അമ്മയോ മക്കളെയോ എന്തിനെങ്കിലും നീ ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ശിഷ്യനാകാൻ കഴിയത്തില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാറ്റേക്കാൾ ഉപരിയായി നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് ജയാളികളെ തിരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഇത് വായിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നു, സ്വർഗത്തിൽ ഇതുവരെ സന്തോഷമൊന്നും ഇല്ലേ എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ അർത്ഥം, സ്വർഗാസ്വർഗത്തിൽ എപ്പോഴും പ്രമോദം, എപ്പോഴും സന്തോഷമാണ്. എന്നാൽ പരദീസയുള്ള ബന്ധത്തിൽ അവിടെ സന്തോഷം കെടുത്തിക്കളയുന്ന സാത്താന്റെ സാന്നിധ്യമുണ്ട്. ആ മരണമാകുന്ന സാത്താൻ, അപവാദിയായവൻ അവിടെ കടന്നു വന്ന് അവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് നമ്മൾ സ്വസ്ഥയിൽ പ്രവേശിച്ചു, പക്ഷേ അപവാദിയായവൻ അവിടെ നിന്ന് അവന്റെ സ്വരത്തിൽ പറയും, നീയൊന്നും പുനരുത്ഥാനം പ്രാപിക്കത്തില്ല, നീയൊന്നും രക്ഷപ്പെടത്തില്ല, അവിടുന്ന് പോകത്തില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവനോട് അപവാദം പറയുന്നുണ്ട്. അവൻ അപവാദം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കുന്നത്, അവൻ എത്ര അപവാദം ഭൂമി വെച്ച് പറഞ്ഞാലും, അവൻ പർദീസിൽ പറഞ്ഞാലും അതൊന്നും ദൈവമക്കളെ ബാധിക്കത്തില്ല. ഈ ദൈവത്തിന്റെ സമയത്ത് നാം എടുക്കപ്പെടേണ്ട സമയത്ത് എടുക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ സ്വർഗം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമി, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് ഈ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് ശേഷം, യുദ്ധത്തിന് ശേഷമായി സാത്താനും അവന്റെ സൈന്യവും തള്ളപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവർ സന്തോഷിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല. സ്വർഗത്വമാകുന്ന പർദീസയിൽ 1-ാം സ്വർഗവും 2-ാം സ്വർഗവും 3-ാം സ്വർഗവും ഉണ്ട്. അതിൽ 3-ാം സ്വർഗത്തിലുള്ളവർ മാത്രമേ പുനരുത്ഥാനം പ്രാപിച്ചുള്ളൂ. ബാക്കിയുള്ള 1-ാം സ്വർഗവും 2-ാം സ്വർഗവും അവിടെ ശേഷിക്കുന്നു. അവിടെ ശേഷിപ്പുള്ളവരുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്താനാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പി.
അപ്പോൾ മരണാനന്തര നിലകളിൽ ഒന്നാം സ്വർഗത്തിലും രണ്ടാം സ്വർഗത്തിലും മൂന്നാം സ്വർഗത്തിലുള്ളവർ ഇപ്പോഴുണ്ട്. നരകർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് ശേഷമായി അവിടെ ഈ അപവാദി അയക്കുന്ന പിശാചിനെയും കൂട്ടരെയും തള്ളിക്കഴിയുമ്പോൾ ഈ യുദ്ധത്തോടു കൂടി മധ്യാകാശമാകുന്ന പർദീസ സ്വർഗം അത് ശുദ്ധീകരിക്കപ്പെടുന്നു. അവിടുന്ന് അവനെയും അവന്റെ സൈന്യത്തെയും തള്ളിക്കളയുന്നു. അതുകൊണ്ട് അവരിങ്ങനെ സ്വർഗമതിപ്പോൾ അവിടെ സ്വസ്ഥതയുണ്ടാകുന്നു. അവിടെ 2 പ്രഭാത നക്ഷത്രങ്ങളുടെ ദൂതന്മാരുണ്ട്. അതുപോലെ ദേവന്മാരായിരിക്കുന്ന ദൈവപുത്രന്മാരുമുണ്ട്. അവർക്ക് സ്വസ്ഥതയുണ്ടാകും. അവിടെ പിന്നീട് വശീകരണം ഉണ്ടാകത്തില്ല. അതുപോലെ മരണാനന്തരം വിശ്രമിക്കുന്ന ഒന്നാം സ്വർഗത്തിലെയും രണ്ടാം സ്വർഗത്തിലുള്ളവരെയും കുറിച്ചാണ് പറയുന്നത്. സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവർ ആരൊക്കെയാണ്? 2 പ്രഭാത നക്ഷത്രങ്ങളിൽ 2 അവിടെ സന്തോഷിപ്പാനിടയ. 1 വശീകരിക്കപ്പെട്ടു പോകുന്നത്. ദൈവപുത്രന്മാരുടെ ശേഷമുള്ള ദൂതന്മാർ അവിടെയുണ്ട്. അവർക്കും സ്വസ്ഥതയുണ്ടാകും. പിന്നീട് വശീകരണം ഉണ്ടാകത്തില്ല. അതുപോലെ മൂന്നാം സ്വർഗത്തിലുള്ളവർ മാത്രമാണ് പുനരുത്ഥാനം പ്രാപിച്ചെടുക്കപ്പെട്ടത്. ഒന്നാം സ്വർഗത്തിലുള്ള പഴയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ, അബ്രഹാമിന് ഉൾപ്പെടെയുള്ളവരുടെ ആത്മാക്കൾ അവിടെ വിശ്രമിക്കുന്നു. രണ്ടാം സ്വർഗത്തിലുള്ള മണവാട്ടിയുടെ തോഴിമാരാകുന്ന ഗണത്തിൽപ്പെടുന്ന ചന്ദ്രദേശത്തുള്ളവരുടെ ശേഷിക്കുന്നു. അവിടെ സ്വസ്ഥതയുണ്ടായി. സാത്താനും അവന്റെ സൈന്യവും ഭൂമിയാകുന്ന ഈ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആകാശമണ്ഡലങ്ങളിൽ അവിടെ സ്വർഗമാകുന്ന ഒന്നാമത്തെ ആകാശമാകുന്ന പർദീസയിൽ സ്വസ്ഥതയുണ്ടാകുന്നു. അതുകൊണ്ട് പറയുന്നത് വസിക്കുന്നവരുടെ ആനന്ദിപ്പീൻ. പിന്നീട് എവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്? ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നു. ഇവിടെ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോകാശം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? ഭൂമിക്കും സമുദ്രത്തിനും എന്താ കഷ്ടം? സ്വർഗത്തിലുള്ളവർ വസിക്കാൻ വന്നവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താ? മനസ്സിലായല്ലോ. അവിടെ ശേഷിച്ചിരിക്കുന്ന മണ്ണാന്തകളെ ഒന്നാം സ്വർഗവും രണ്ടാം സ്വർഗവും സന്തോഷിക്കുന്നു. അതുപോലെ ബാക്കിയുള്ള സൃഷ്ടികളായിരിക്കുന്ന പ്രഭാത നക്ഷത്രങ്ങളും ദൈവപുത്രന്മാരായിരിക്കുന്ന അവർക്ക് സ്വസ്ഥതയുണ്ടാകുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ വലിയൊരു മർമ്മമാണ്. അപ്പോൾ മഹോദ്രവം എന്നുള്ള വിഷയത്തോട് ബന്ധത്തിൽ പഠിക്കുമ്പോൾ അല്പകാലമേ ഉള്ളെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് തള്ളപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് ഇവൻ അപവാദം പറയാൻ തുടങ്ങുന്നത് അവന്റെ സകല പൈശാചിക പദ്ധതികളും അതിൻ്റെ മുഴുബലത്തോടുകൂടി ചെയ്യുന്നത് ഭൂമിയിലും അതുപോലെ സമുദ്രത്തിലും ഉള്ളവരോടാണ്. സമുദ്രത്തിനോടുള്ള ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ സമുദ്രത്തിൽ നിത്യജീവന് യോഗ്യരായിരിക്കുന്ന ആത്മാക്കളുണ്ട്. അവിടെ പിന്നീട് അവൻ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതുവരെയും മുകളിലത്തെ വിഷയമായിരുന്നെങ്കിൽ അത് അവന് ജയിക്കാൻ കഴിഞ്ഞ് താഴേക്ക് വന്നു. ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമിയിൽ അന്ന് ജീവനോടിരിക്കുന്നവരോട് ഉപദ്രവിക്കാൻ തുടങ്ങി. യേശുവിന്റെ സാക്ഷ്യമുള്ളവരോടും ദൈവകൽപ്പന പ്രമാണിക്കുന്നവരോട് ഉപദ്രവത്തിന് വേണ്ടി അവൻ പദ്ധതിയിടും. അതുപോലെ മരണാനന്തരം സമുദ്രത്തിൽ വിശ്രമിക്കുന്ന നിത്യജീവന യോഗ്യത ഉള്ളവരെയും അവൻ ഉപദ്രവിക്കുന്നു. അവിടെ അയ്യോ കഷ്ടം. അവിടെയും അവൻ എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അപവാദം പറയാൻ വേണ്ടി ചെല്ലും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളെന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ ഇങ്ങയുടെ അടുക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമിയിൽ ജീവനോടിരിക്കുന്നവരിൽ ശത്രുവോട് എതിർക്കുന്നവരുണ്ട്, അവനോട് പിടിച്ചു നിൽക്കുന്നുണ്ട്, അവരെ ഉപദ്രവിക്കും. ഭൂമിക്ക് കീഴിലുണ്ടാകുന്ന തലചേദിക്കുന്ന ആത്മാക്കൾ അവരെ കൂടി ഉണ്ടായിരിക്കും. പിന്നീട് സമുദ്രത്തിൽ അവര് അതുവരെയും ഇല്ല, എതിർക്കുന്ന ശ്രവണത്തിലാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഭൂമിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയും സമുദ്രവും പോയി 2 സ്ഥലത്താണ് അവിടെ ആത്മാക്കളുള്ളത് എന്ന് പറഞ്ഞ് ജീവനോടിരിക്കുന്ന മനുഷ്യരുണ്ട്. മരണാനന്തരം നിത്യയോഗ്യത സമുദ്രത്തിനും. അതുകൊണ്ടാണ് ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. അല്ലാതെ ഭൂമിയിലുള്ള മത്സ്യങ്ങൾക്കോ ഭൂമിയിലുള്ള തെമുങ്കങ്ങൾക്കോ മാറ്റം ഉണ്ടാകും, അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നതല്ല. സാത്താൻ വന്നിട്ട് അവരെ എന്താ പേടിപ്പിക്കാനാ? അവരെ എന്നെ ഉപദ്രവിക്കാനാ? അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിക്കും സമുദ്രത്തിന് അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ ആരെയാണ് അവൻ അപവാദം പറയുന്നത്? പിന്നീട് അവൻ അപവാദം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് സമുദ്രത്തിലെ നിത്യജീവന യോഗ്യതയുള്ള മരണാന്തരയിലുള്ളവരെ കുറിച്ചാണ്. അപ്പൊ നമ്മള് മരണാന്തരങ്ങളെ കുറിച്ച് പഠിച്ചതും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വചനപരമായിട്ട് സത്യമാകുന്നു എന്നുള്ളത്
ഇന്ന് രാത്രി തെളിയിക്കപ്പെടുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ ഭാഗം പഠിപ്പിച്ച് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിന് കർത്താവിന്റെ മധ്യാകാശ വരവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്ക് വിരാമിടുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇന്ന് രാത്രി ഞാൻ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ദൈവം വെച്ചാൽ നാളെ ഇനി മുതൽ നാം ചിന്തിക്കാൻ പോകുന്നത് എടുക്കപ്പെടുന്ന സഭ എവിടെയെന്നാണ്. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ ഇവിടെ സഭ എടുക്കപ്പെട്ടാൽ എവിടെ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം പ്രാവണാനന്തര സംഭവങ്ങൾ എന്ന വിഷയത്തോട് ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. രാത്രി വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ അത് സംഭവിക്കുന്ന എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളതും അതിന്റെ പ്രധാനമായിരിക്കുന്ന വാക്യങ്ങളുടെ വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് ഇന്ന് രാത്രി പൂർത്തീകരിക്കപ്പെടുന്നത്. ഞാൻ ഈ ഭാഗം കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭ എടുക്കപ്പെടുന്നുള്ള ഈ വിഷയം, ഈ സംഭവം, ഇനി സംഭവിക്കാനുള്ളതിലെ ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന സംഭവം പൂർത്തീകരിക്കപ്പെടുന്നുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അതേ പുതിയ നിയമസഭയിൽ അംഗമാകുന്ന ഒരുവിനെ കരസ്ഥമാക്കുവാൻ കഴിയുന്നതിലെ പരപ്രധാനമായ പദവിയാണ് കുഞ്ഞാടിന്റെ മണവാട്ടിയാകുക എന്നുള്ളത്. അതേക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ പഠനത്തിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷയോടും ദൈവം എടുക്കപ്പെടുന്ന ബന്ധത്തിൽ നാം ഇതുവരെ ചിന്തിച്ചത് ആ വിഷയങ്ങളാണ്. അപ്രകാരം സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ജയാളിയായ ദൈവസഭ പിന്നീട് എവിടെ എന്നുള്ളത്, ജയിക്കപ്പെടുന്ന സഭ എവിടെയാണെന്നുള്ളത് ദൈവം വെച്ചാൽ വെളിപ്പെടുത്തും. ദൈവസഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എടുക്കപ്പെടുന്ന സഭ എവിടെയാണെന്നുള്ളതിനെ കുറിച്ചും വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉൾപ്രാപണാനന്തര സംഭവങ്ങളിലുള്ള ബന്ധത്തിൽ നാം എടുക്കപ്പെട്ട സഭ എവിടെയെന്നുള്ളത് ചിന്തിക്കും. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളുടെ ബന്ധത്തിലായി നാം ചിന്തിക്കുന്നത്. ഇപ്പോൾ മേലാൽ സംഭവിക്കാനുള്ള വിഷയത്തോട് ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം മുഴുവൻ നമ്മൾ പഠിപ്പിച്ചില്ല. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭ എടുക്കപ്പെടുന്ന വിഷയം നമ്മൾ ചിന്തിച്ചത്. അതിനെ തുടർന്നുള്ള ഭാഗം സാധാരണ മഹോത്സവ ബന്ധത്തിലാണ്. എന്നാൽ അതിനു മുമ്പായി എടുക്കപ്പെടുന്ന സഭ എവിടെ എന്നുള്ള ഒരുപാട് പേരുടെ സംശയം ഈ ദിവസങ്ങളിൽ തീർക്കപ്പെടാനുണ്ട്. അതേക്കുറിച്ച് വെളിപ്പാട് 4-5 അധ്യായങ്ങളെ ആസ്പദമാക്കി എടുക്കപ്പെടുന്ന സഭ അവിടെ എന്ത് ചെയ്യുന്നു, എവിടെയാകുന്നു, സ്വർഗാസുഖത്തിലേക്ക് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത് നാം ഗ്രഹിച്ചെങ്കിലും അന്ന് സ്വർഗാസുഖത്തിൽ അന്ന് മുതൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം ദൈവം വെച്ചാൽ നാളെ ദൈവം വെച്ചാൽ നമ്മൾ ആരംഭിക്കും. ഇന്ന് രാത്രി കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തിനെ ഏൽപ്പിക്കാം. സഭ എടുക്കപ്പെട്ടാൽ പിന്നെ എവിടെയെന്നുള്ള വിഷയം എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാവികാല സംഭവത്തിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, വചനം വളരെ വ്യക്തമായി ശക്തമായി തെളിയിച്ചതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വിഷയം നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി, ഗ്രഹിച്ചു. ഇത് നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് നിൽക്കാതെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ആഗ്രഹമായി, ഏറ്റവും വലിയ ആഗ്രഹമായി, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഓടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിൽക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സിനെ, നമ്മുടെ ശരീരത്തെ അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും ദൈവത്തിന് അടയപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ദേഹി ആത്മാവിനെ അങ്ങയുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെയും എൻ്റെ കുടുംബത്തിന്റെ തലമുറകളെയും എൻ്റെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് ഭൂമിയിൽ മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും കർത്താവേ, അതെല്ലാം താൽക്കാലികമാണ്. മറ്റു വിഷയങ്ങളൊന്നും നടന്നില്ലായിരിക്കാം, എങ്കിലും സാരമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ, അവന്റെ കാഹളം ഊതുകയാണെങ്കിൽ സഹസ്രാധിപന്മാരെ വരുത്തുവാൻ വേണ്ടി അന്ന് മോശെ ഊതിയതുപോലെ ആ ഒരു കാഹളം ഊതുമ്പോൾ അന്ന് അതിനു വേണ്ടി ഉള്ളവർ മാത്രം അവിടെ കൂടി വന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ അവൻ ഊതുന്ന കാഹളം അവനോട് ചേരുവാനുള്ള ആ മണവാട്ടി സഭയുടെ തികവാകുന്ന സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ്. ആ കാഹള ശബ്ദം കേൾക്കുവാൻ വേണ്ടി ദിവസങ്ങളിൽ നമ്മുടെ ദേഹിയെയും ആത്മാവിനെ സമർപ്പിക്കാം. അത് കർത്താവിന്റെ വലിയ പ്രവർത്തിക്കായി ഏൽപ്പിക്കുമ്പോൾ നാം എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ സഭ എവിടെ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ദൈവം നാളെ നമുക്ക് ചിന്തിക്കാം. അതിന് മുമ്പായി സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് വരികയാണെങ്കിൽ നാം എടുക്കപ്പെടുന്ന സ്വർഗീയ സിംഹാസനത്തിലേക്ക് ആയിരിക്കും. അവിടെ നടക്കുന്ന അനന്തര സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാം ചിന്തിക്കും. വെളിപ്പാട് 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭ എടുക്കപ്പെടുന്നു എന്നുള്ള വിഷയത്തെയുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത്. അതിന് ബാക്കിയുള്ള ഭാഗം സാധാരണ ഭഗവത്വം എന്നുള്ള വിഷയത്തോട് നമ്മൾ ചിന്തിക്കും. എന്നാൽ അതിനു മുമ്പായി ഉൾപ്രാവണാനന്തര സംഭവങ്ങൾ അഥവാ എടുക്കപ്പെട്ട സഭ എവിടെ എന്നുള്ള വിഷയം
ദൈവം വെച്ചാൽ വെളിപ്പാട് 4-5 അധ്യായങ്ങളെ അധികരിച്ച് ചിന്തിക്കുന്നതായിരിക്കും. രാത്രി ദൈവസേനയിൽ ഏൽപ്പിച്ചുകൊണ്ട് എടുക്കപ്പെടുവാൻ നമുക്ക് ദൈവസേനയെ സമർപ്പിക്കാം. എല്ലാ ഹൃദയങ്ങളും ദൈവസേന സമർപ്പിക്കാതെ അതെ, ഒരു പൊത്തുവരുത്തമായിട്ടുള്ള ജീവിതമല്ല. നാം കേട്ട് പോകുന്നവരായിട്ടല്ല, കേട്ട് താഴ്മിക്കുന്നവരായിട്ടല്ല, സമർപ്പണമുള്ളവരായി ദൈവത്തിന്റെ വിനയത്തോടെ എല്ലാ ഹൃദയങ്ങളും ദൈവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ഏൽപ്പിക്കാം. കഥാവെ, എന്നെ അനുയോഗ്യരാക്കി തീർക്കണമേ. എത്ര പേർക്ക് ഇന്ന് രാത്രി സമർപ്പിക്കുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ആര് ചോദിച്ചാലും, ഏത് അർദ്ധരാത്രിക്ക് വിളിച്ച് ചോദിച്ചാലും, നമ്മുടെ ഹൃദയത്തിന്റെ സെല്ലുകൾ, അതെ, നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോ സെല്ലുകളും അത് ഘോഷിക്കേണ്ടത് എൻ്റെ കർത്താവിന്റെ വരവാണ്. അവന്റെ വരവെങ്കിൽ എനിക്ക് എടുക്കപ്പെടണമെന്നുള്ള ആ വലിയ ഹൃദയവാഞ്ചയോടെ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുണ നൽകട്ടെ എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ ഈ പഠനത്തിന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പൂർത്തീകരണമിടുന്നു. ദൈവം വെച്ചാൽ തുടർന്നുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ.